കാൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ദിവ്യാരോഗ്യമുണ്ട്. ദീർഘായുസ്സോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം എന്ന് അറിയിക്കുവാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഇന്ന് സൂമിൽ പ്രാർത്ഥനയിൽ ഒരുമിച്ച് വരുവാൻ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല അവസരത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഈ സമയത്ത് എൻ്റെ കൂടെ ഇന്ന് കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവമക്കളും ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, അങ്ങ് എൻ്റെ കൂടെ ഉണ്ടല്ലോ. അങ്ങയുടെ പ്രവൃത്തികളെ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഞാൻ ഇന്ന് ഒരു നാളും നശിക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഒരു നാളും നശിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ മുമ്പിലേക്ക് മുന്നോട്ട് പോകാം. തുടർമാനമായിട്ട് നമ്മൾ വചനം കേട്ടുവരുന്നു. തുടർമാനമായിട്ട് വചനം കേൾക്കുക മാത്രമല്ല, അസാധാരണമായ ദൈവപ്രവർത്തികളെ കാണുവാനും കേൾക്കുവാനും കർത്താവിൽ നമ്മൾ വിശ്വസിക്കുകയും കാണുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നും ആ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനചിന്ത, വചനഭാഗമല്ല, ഓർത്തോണം, വചനഭാഗമല്ല. ഓരോ ദിവസവും നമ്മൾ ഓരോ വചനചിന്തകളാണ്. ഏത് വചനചിന്തയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള 3 ദിവസമായിട്ട് നമ്മൾ ഒരേ വചനചിന്തയാണ്. എന്തിനെ പറ്റിയുള്ളതെന്ന് ഓർക്കുന്നുണ്ട് ആർക്കെങ്കിലും? വചനവുമായി വിശ്വാസത്തിൽ നമ്മൾ ഇന്നലെ ഉറപ്പിനെ പറ്റി കേട്ടു. കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് ലഭിക്കുന്ന ഉറപ്പുകളെ പറ്റി കേട്ടു. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും കുറഞ്ഞത് ഇപ്പോൾ 15 മിനിറ്റ് എത്ര പേരത് പറയുന്നുണ്ട്? വചനത്തെ ഏറ്റവും കുറഞ്ഞതാണേ പറയുന്നുണ്ട്. അപ്പൊ പറയുക. അതിന്റെ റിസൾട്ടുകളെ കർത്താവ് നിങ്ങൾക്ക് കാണുവാൻ ഇടയായി തീർന്നു. ആമേൻ. കർത്താവ് അതിന്റെ റിസൾട്ടുകളെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാണിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് തന്നെ തുടർമാനമായിട്ട് നമുക്ക് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. 3-ാം അധ്യായത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം 3-ാം അധ്യായത്തിൽ ഇന്നലെ കേട്ട വചനഭാഗത്തിലേക്ക് ഒന്ന് പോകാം. അതിൻ്റെ 4-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരുന്നത് പോലെ സ്വയമായി വല്ലതും സങ്കല്പിക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തനല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. ശ്രദ്ധിച്ചോണം, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അപ്പോൾ ഈ വചനത്തിൽ വ്യക്തമായിട്ട് പറയുകയാണ്, നമുക്ക് ഈ വിധം ഉറപ്പ് ദൈവത്തിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് ഉറപ്പ്, കർത്താവിൽ നമുക്ക് ഉറപ്പാണ് വേണ്ടത്. ഒരു വിശ്വാസി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവനും ഭക്തിക്ക് വേണ്ടതൊക്കെയും ദൈവം നമുക്ക് ദാനമായി തന്നു കഴിഞ്ഞു. നമ്മൾ ആരും നന്മയുടെ പുറകെ ഓടുന്നവരല്ല. നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നമ്മുടെ പുറകെ വരുമെന്നാണ് വചനം പറയുന്നത്. എൻ്റെ അർത്ഥം, നമ്മളെ ഓടണ്ട, നമ്മുടെ പുറകെ നന്മയും കരുണയും വന്നിരിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. എന്നാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രാർത്ഥിക്കണം? തെറ്റായ പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ദൈവപ്രവൃത്തികൾക്ക് വരാൻ ഒരു തടസ്സമായി നിൽക്കും. തടസ്സമായി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് വരുവാൻ കഴിയത്തില്ല. ഇന്നലെ നമ്മൾ ഈ ഒരു കാര്യത്തെപ്പറ്റി കേട്ടു. മോശ നമ്മൾ ദൈവസന്നിധിയിൽ പോയിട്ട് ജൽപ്പനം ചെയ്യുക, അതായത് നമ്മൾ ദൈവസന്നിധിയിൽ പോയി പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന പല പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ ജൽപ്പനങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിലേക്ക് പറഞ്ഞിരിക്കുന്നു, നമുക്ക് 6-ാം അധ്യായത്തിൽ കാണാൻ പറ്റും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ വണ്ണം പ്രാർത്ഥിപ്പിൻ. അവിടെ താഴേക്ക് വരും പറഞ്ഞു, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്ന് അവർ കരുതുന്നു. അവർ പള്ളിയിൽ നിന്നും തെരുക്കോണിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനൊരു പ്രാർത്ഥനക്കാരനെന്ന് കാണിക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. പക്ഷേ വചനത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ എന്ത് ചെയ്യുന്നവരാകണം? പ്രാർത്ഥനയിൽ മറുപടി ലഭിക്കുന്ന ഒരു പ്രാർത്ഥനക്കാരാകണം. അപ്പം ഞാൻ ഇന്നലെ ആ ഒരു എടുത്ത വാക്യത്തിലേക്കൊന്ന് മടങ്ങി വരാൻ വേഗത്തിൽ തന്നെ. പുറപ്പാട് പുസ്തകത്തിൻ്റെ അകത്ത് മോശ ഇങ്ങനെ പറയുന്നുണ്ട്, അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട. 13-ാം വാക്യമാണ് 14-ന്റെ 13 പുറപ്പാട് പുസ്തകം.
അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പിൻ. ശ്രദ്ധിച്ചോണം, ഈ വാക്ക് നോക്കി, ഉറച്ചു നിൽപ്പിൻ. നമ്മൾ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് ഒരു വാക്ക് കേട്ടല്ലോ. അങ്ങനെ ക്രിസ്തുവിൽ ഞങ്ങൾക്ക് എന്തുണ്ട്? ഉറപ്പ്. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാൽ ഉണ്ട്. നോക്കിയേ, ഉറപ്പ്. ഈ വാക്ക് നിങ്ങൾ നോക്കിക്കേ, അടിയറ ഇടേണ്ട വാക്കാണ്. ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. പുറപ്പാട് ദിവസത്തിൽ പറഞ്ഞൊക്കെ വാക്കുണ്ട്, ഉറച്ചു നിൽപ്പിൻ. അപ്പോൾ നിങ്ങൾ രണ്ട് വാക്കുകൾ നോക്കി, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലും പുറപ്പാടിൻ്റെ 14ന്റെ 13ലും പറയുന്നത് ഉറപ്പാണ്. അപ്പോൾ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കണം. അപ്പോൾ ഈ ഉറപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൽ വേണ്ട ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചായ കുടിക്കാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞാൽ ഉപ്പ് പാത്രം എടുത്ത് ആ പഞ്ചസാരയാണെന്ന് വിചാരിച്ച് ഞാൻ ഉപ്പിൻ്റെ പാത്രത്തിൽ നിന്ന് ഒരു സ്പൂൺ ഉപ്പെടുത്ത് എൻ്റെ ഗ്ലാസ്സിലേക്ക്, ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ അതിനെ തടയും. അയ്യോ ബ്രദറെ, അത് പഞ്ചസാരയാണോ ഉപ്പാണോ, എനിക്ക് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അത് ചെയ്യാതിരിക്കുമോ? നിങ്ങൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ട് എൻ്റെ കൈ തടയോ ഇല്ലയോ? ആമേൻ. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും തടയാൻ കാരണം നിങ്ങൾക്കകത്തൊരു ഉറപ്പുണ്ട്, അത് മധുരമല്ല, പകരം ഉപ്പാണ്. അപ്പൊ ഇത് നിങ്ങളുടെ അകത്ത് ഉറപ്പാണ്. അപ്പൊ ഈ ഉറപ്പുള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? എതിർക്കും. അതിനെ തെറ്റായ ഒരു രീതിയിലേക്ക് ഉപയോഗിക്കാൻ പോയാൽ നിങ്ങൾ അതിനെ തടയും. അത് തന്നെ, നിങ്ങൾ അതിനെ തടയും, നിങ്ങൾ അതിനെ എതിർക്കും. അപ്പൊ ഇവിടെ പറയുക, അതിന് മോശ ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കുക. അപ്പൊ എന്താ അവിടെ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ, ദൈവം പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുക. അപ്പൊ ഇവർക്ക് എന്താ ഇവരുടെ ഉറപ്പ് നഷ്ടപ്പെടാൻ കാരണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ നോക്കിയാണ്, നമുക്കറിയാം ഫറവോൻ എന്ത് ചെയ്യുകയാണ്? ഇവരെ പുറകെ വരികയാണ്. ഫറവോൻ ഇവരെ എന്ത് ചെയ്യുകയാണ്? നശിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ നോക്കിയേ, മോശയോട് പറയുകയാണ്, മിദ്യാൻ സൈന്യങ്ങൾക്ക് ഫറവോൻ അടുത്തു വരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി മിസ്രൈമ്യരുടെ പിന്നാലെ വരുന്നത് കണ്ടു, ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ശ്രദ്ധിച്ചോണം, യഹോവയോട് നിലവിളിച്ചു. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മളെപ്പോലെ തന്നെ അവരും എന്ത് ചെയ്തു? നിലവിളിച്ചു. അവർ മോശയോട്, മിസ്രൈമിൽ ഞങ്ങൾക്ക് ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഞങ്ങളെ ഈ മരുഭൂമിയിൽ മരിപ്പാൻ കൂട്ടിക്കൊണ്ട് വന്നത്? നീ ഞങ്ങളെ മിസ്രൈമിൽ നിന്നും വിടുവിച്ചതിനാൽ ഞങ്ങളോട് ഇത് ചെയ്തത് എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ ഇവർക്കകത്ത് ഉറപ്പ് നഷ്ടപ്പെട്ടു. ദൈവം ഇവരെ സൂക്ഷിക്കും എന്നൊരു ഉറപ്പ്. അപ്പം നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ ഇതേപോലെ ചില സാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ നമ്മളും ദൈവസന്നിധിയിൽ പോയി പറയാറില്ല, കർത്താവേ ഇതെന്താണ് ഇങ്ങനെയൊക്കെ? ചോദിക്കരുത് കേട്ടോ. ഇനി എന്ത് പ്രശ്നം വന്നാലും ചോദിക്കരുത്, തിരിച്ചങ്ങോട്ട് മറുപടി പറഞ്ഞോണം. ഇനി എന്നാ പ്രശ്നം വന്നാലും എൻ്റെ ദൈവം എന്നെ നിർത്തും. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, എന്നാ പ്രശ്നം വന്നാലും ഞാൻ പ്രശ്നത്തെ നോക്കത്തില്ല, എൻ്റെ ദൈവം എന്നെ ഉറപ്പിച്ച് നിർത്തുമെന്ന് പറ. ആമേൻ. ഇനി നിങ്ങൾ താഴോട്ട് വായിക്കണം. ഇനി നിങ്ങൾ താഴോട്ട് വായിച്ചു വരുമ്പോഴേക്കും ഈ 14-ാം അധ്യായത്തിന്റെ 12-ാമത്തെ 13-ാമത്തെ വാക്യത്തിൽ ഇനി ശ്രദ്ധിച്ചോണം. അതിന് മോശം മറുപടി പറയണം ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ കൊല്ലാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, കനാൻ അനുഭവിക്കാൻ വേണ്ടി. എപ്പോഴും ഓർത്തോണം, നിങ്ങൾ യേശുക്രിസ്തുവിനെ കർത്താവായി രക്ഷിതാവായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ കഷ്ടതയെ, ദാരിദ്ര്യവും, തകർച്ചയും, നിന്ദയും, പരിഹാസവും പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടിയല്ല. റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നു, ഏകന്റെ അനുസരണക്കേടിനാൽ ഏകൻ നിമിത്തം അനേകർ പാപികളായി തീർന്നുവെങ്കിൽ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീർന്നിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നിധിദാനത്തിന്റെയും സമൃദ്ധിയെ സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ജീവനിൽ വാഴും. കണ്ടോ, വീഴാൻ വിളിക്കപ്പെട്ടവരല്ല, വാഴാൻ വിളിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം പറയണം, ഉറച്ചു നിൽക്കണം. ഇനി ഞാൻ നേരെ ശ്രദ്ധിച്ചോണം, എന്തുകൊണ്ടാണ് ഈ വാക്കിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് പോവാണ്. നമ്മുടെ തെറ്റായ പ്രാർത്ഥനകൾ, ഇവിടെ നിങ്ങൾ മത്തായിയുടെ സുവിശേഷം നമ്മൾ ഇന്നലെ 26-ാം അധ്യായത്തിന്റെ 43-ാം വാക്യത്തിലെടുത്തു. അനന്തരം അനന്തരം അവൻ വന്ന് കണ്ണിന് ഭാരമേറിയാൽ പിന്നെയും ഉറങ്ങുന്നത് കണ്ട് മൂന്നാമതും അവരെ വിട്ടുപോയി. യേശു ക്രിസ്തു ആ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. മൂന്നാമതും കർത്താവ് ആ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പൊ വചനം എന്തിനാണ് യേശു ക്രിസ്തു പറഞ്ഞു പ്രാർത്ഥിക്കുന്നത്? നമുക്കറിയാം, കർത്താവിന്റെ ജീവിതത്തിൽ ഗെത്സമന തോട്ടത്തിൽ അതുവരെ ഇല്ലാത്തൊരു വെല്ലുവിളി ഉണ്ടായി. നമുക്കറിയാം, യഹൂദൻ യേശു ക്രിസ്തുവിനെ ഉപദ്രവിക്കാൻ വന്നപ്പോഴും
ആള് കൂട്ടമായിട്ട് കർത്താവിനെ പരീക്ഷിക്കാൻ വന്നപ്പോഴും കർത്താവിനെതിരെ പല പ്ലാനുകളും ഇട്ട് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാൻ വേണ്ടിയൊക്കെ പല പദ്ധതികളും ഇട്ടപ്പോഴും കർത്താവ് എന്ത് ചെയ്തില്ല, അവിടെ ഒന്നും കർത്താവ് ഒരു വിഷമത്തോടെ ഒന്നും ഇടപെട്ടില്ല. പക്ഷെ ഈ സമയത്ത് കർത്താവ് വളരെ ദുഃഖത്താലായി. ഗെത്സമന തോട്ടത്തിൽ നിങ്ങൾ ആ വാക്യം നോക്കിയോണം. പത്രോസ് ലീഗ അവിടെയാണ്, എൻ്റെ ഉള്ള മരണവേദന പോലെ ദുഃഖത്തിലായിരുന്നു. കർത്താവ് പറയുകയാണ്, ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്നവരോട് പറഞ്ഞു. അവർ അല്പം മുന്നോട്ട് ചെന്ന് കർത്താവ് കമന്നു വീണു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്നും നീങ്ങിപ്പോകണമേ എന്ന് കർത്താവ് പറയുകയാണ്. ശ്രദ്ധിച്ചോണം. അപ്പൊ വളരെ ഒരു പ്രാണവേദനയിലേക്ക് യേശു ക്രിസ്തു പോവുകയാണ്. അതിൻ്റെ അർത്ഥം മണിക്കൂറുകൾക്ക് ശേഷം കർത്താവിനെ ഭടന്മാർ വന്ന് റോമൻ പടയാളികൾ പിടിച്ചുകൊണ്ട് പോയിട്ട് അതിനുശേഷം ക്രൂശിക്കപ്പെടുന്നത് യേശു ക്രിസ്തുവിന് മുന്നമേ അറിയാം. അപ്പൊ ക്രൂശിൽ നടക്കാൻ പോകുന്ന നിന്ന, വേദന, തകർച്ച, ഉപദ്രവം ഇതെല്ലാം മുൻകൂട്ടി കർത്താവ് തൻ്റെ ശരീരത്തിൽ അനുഭവിക്കുവാനിടയായി തീർന്നു. ഇത് ഓർത്തപ്പം കർത്താവിന് സഹിക്കാൻ കഴിയുന്നില്ല. കർത്താവ് എന്ത് ചെയ്തു, നമ്മുടെ ഉള്ള മരണവേദന പോലെ, ശ്രദ്ധിച്ചു, മരണവേദന പോലെ. അപ്പം മരണത്തിലേക്കൊരു വ്യക്തി പോകുന്നതിന് മുമ്പുള്ളൊരു വേദന യേശു ക്രിസ്തു അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം മനസ്സും ശരീരവും, കർത്താവ് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട് ഒരു മനുഷ്യനുണ്ടാകുന്ന എല്ലാ ഇമോഷനുകളും യേശുവിന് വന്നു. വേദന വന്നു, സങ്കടം വന്നു, നിരാശ വന്നു, നമുക്കുണ്ടാകുന്ന എല്ലാ ഇമോഷനും. ബൈബിളിൽ വാക്യമുണ്ട്, പാപമൊഴികെ നമുക്ക് വേണ്ടി യേശു ക്രിസ്തു പരീക്ഷിക്കപ്പെട്ടെന്നാണ് പറഞ്ഞത്. എല്ലാം പാപമൊഴികെ കർത്താവ് എല്ലാ പരീക്ഷയും ഏറ്റെടുത്തു. അപ്പൊ ഈ വേദന, പരീക്ഷകൾ എല്ലാം യേശുവിൻ്റെ മേലേക്ക് ഒറ്റ ദിവസം വന്നെത്തി. ഗെത്സമന. ഇത് ഓർത്തിട്ട് കർത്താവിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. കർത്താവ് മുന്നോട്ട് വീണ് കവന്ന് വീഴുകയോ. എന്നാലും ഒരാൾ മുഖമടിച്ച് വീഴുന്നത് പോലെ യേശു വീണു. എന്നിട്ട് പ്രാർത്ഥിക്കുക, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കണം. അപ്പം മനസ്സ് പറയുന്നത് ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വലിയൊരു ഫൈറ്റ് നടക്കുക. നമ്മുടെ മനസ്സും ശരീരവും നമ്മളെ പലപ്പോഴും ഇതുപോലെ ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇതേപോലെ കർത്താവ് ഒരു മനുഷ്യനായി ഭൂമിയിൽ വന്നതുകൊണ്ട് നിങ്ങളുടെയും എൻ്റെയും രക്ഷ, ഞാൻ എപ്പോഴും പറയത്തില്ല, യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ എപ്പോഴും പറയണം, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഞാൻ ഒരു നാളും നശിക്കത്തില്ല. ഈ വചനം ശ്രദ്ധിച്ചു നോക്കി. നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി കർത്താവ് എന്ത് ചെയ്തു? പ്രാണവേദന അനുഭവിച്ചു. നിങ്ങൾ യേശുവിൽ സമാധാനമുള്ളവരാകാനും സന്തോഷമുള്ളവരാകാനും നിത്യജീവൻ ലഭിക്കാനും നിത്യരക്ഷ ലഭിക്കാനും സമാധാനത്തിലും സന്തോഷത്തിലും നിങ്ങൾ മുന്നോട്ട് ജീവിക്കേണ്ടതിനും കർത്താവ് എന്ത് ചെയ്തു? പ്രാണവേദന അനുഭവിച്ചു. അപ്പൊ കർത്താവിന്റെ മനസ്സിൽ വലിയൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ഇവിടെ വചനം ശ്രദ്ധിച്ചോണം. എങ്കിലും കർത്താവ് ഈ പാനപാത്രം എങ്കിലും നീങ്ങി പോകണമേ എന്ന് യേശു പ്രാർത്ഥിക്കണമെങ്കിൽ ഇത് ചെറിയ കാര്യമല്ലല്ലോ. എന്നിട്ട് പറയുകയാണ്, കർത്താവ് പറയാണ്, എങ്കിലും പിതാവേ ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല, ഇത് മറന്നു പോവല്ലേ, ഞാൻ ഇച്ഛിക്കുന്നത് പോലെയല്ല നീ ഇച്ഛിക്കുന്നത് പോലെ. എൻ്റെ അർത്ഥം ദൈവഹിതം ഞാൻ ക്രൂശിൽ മരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ശ്രദ്ധിച്ചോണം, കർത്താവ് പിന്നെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് വന്നിട്ട് ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ എനിക്ക് സമയമില്ലല്ലോ, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത്, ശ്രദ്ധിച്ച്, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനം എന്ന് പറഞ്ഞിട്ട് ശ്രദ്ധിച്ചോണം. ഇത്രയും പറഞ്ഞിട്ട് കർത്താവ് എന്ത് ചെയ്തു? മൂന്നാമതും ശ്രദ്ധിച്ചോണം, എന്നിട്ട് മൂന്നാമതും കർത്താവ് പോയിട്ട് എന്ത് ചെയ്തു? അവിടെ ആ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു. അപ്പൊ യേശു ക്രിസ്തു ചൊല്ലി പ്രാർത്ഥിച്ച ആ വചനം ഏതാണെന്ന് ഇത്രയും കേട്ടത് വെച്ച് ആർക്കേലും ഒന്ന് പറയാൻ പറ്റുമോ? യേശു ക്രിസ്തു പറഞ്ഞ വാക്യം ഏതായിരിക്കും? ഒന്ന് പറഞ്ഞേ. അല്ല 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 അത് തന്നെ, പിതാവേ എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. അല്ലാതെ 3 പ്രാവശ്യം കർത്താവ് കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണം എന്നല്ല. അതല്ല പദ്ധതി. പാനപാത്രം മാറ്റുക എന്നുള്ള പദ്ധതി ഇല്ല. യേശു ക്രൂശിൽ മരിക്കുക എന്നുള്ളതാണ് പ്ലാൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. സങ്കീർത്തന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയുന്നു, കർത്താവ് യേശുക്രിസ്തു മരണപ്പെടും, ക്രൂശിൽ അവൻ മരണപ്പെടും, ഈ ലോകത്തിൽ അവൻ ത്യജിക്കപ്പെടുമെന്ന് പ്രവചന പുസ്തകത്തിൽ വ്യക്തം. അവിടെ ഒരു സ്ഥലത്ത് പോലും യേശുക്രിസ്തുവിൽ നിന്നും ആ മരണം മാറിപ്പോകുമെന്ന് എഴുതി വെച്ചിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ ഹിതം കർത്താവ് ക്രൂശിൽ മരണപ്പെടുമെന്ന് തന്നെയാണ്. പാപസംബന്ധമായി യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുമെന്ന. പക്ഷെ കർത്താവ് പറയുകയാണ്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണം. അപ്പൊ കർത്താവിന് മനസ്സിലായി ഇത് വചനത്തിന് വിരുദ്ധമായ വാക്കാണ് യേശു പറഞ്ഞത്.
ഉടനെ കർത്താവ് തിരുത്തിട്ട് പറയാം, പിതാവേ എൻ്റെ ഇഷ്ടമല്ല, കണ്ടോ, എൻ്റെ ഇഷ്ടം, അതായത് എൻ്റെ ശരീരത്തിൽ ഈ വേദന കൊണ്ട് ഞാൻ പറയുവാണ് ഇത് മാറ്റണമെന്ന്. പക്ഷെ എങ്കിലും ഇതല്ല നടക്കേണ്ടത് എൻ്റെ ക്രൂശ് മരണമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു ആ വചനം തന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചു നോക്കി, ആ വചനം തന്നെ ചൊല്ലി. ഏത് വചനമാണ്? പിതാവിൻ്റെ ഇഷ്ടം നടക്കണം, പിതാവിൻ്റെ ഇഷ്ടം നടക്കത്തുള്ളൂ, പിതാവിൻ്റെ ഇഷ്ടമേ നടക്കത്തുള്ളൂ. അപ്പൊ ഇത് പറഞ്ഞ് കർത്താവ് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. അപ്പൊ ഇത് നമ്മളുമായിട്ട് എന്താ ബന്ധം? നമ്മൾ ഇതേപോലെ തന്നെ പല കൺഫ്യൂഷനുകളിലും ജീവിത സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഉടനെ പറയും ഇത് പിശാചിന്റെ കളിയാണ്, ഇത് ദൈവത്തിന്റെ അതാണ്, പരീക്ഷ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിന്റെ പുറകെ പോകാതെ ഉടനെ വചനം ഉയർത്തി പിടിക്കണം. ഇനി നേരെ ഞാൻ പുറപ്പാടിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. പുറപ്പാട് പുസ്തകത്തിലേക്ക് വേഗത്തിൽ വന്ന് ഇനി നിങ്ങൾ നോക്കി, ഇവർ പറയുകയാണ്, മിസ്രൈമിൽ ഞങ്ങളെ വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞതല്ലോ. മരുഭൂമിയിൽ മരിക്കുന്നതിനേക്കാൾ മിസ്രൈമിൽ വേല ചെയ്യുന്നതായിരുന്നു ഞങ്ങൾക്ക് നല്ലതെന്ന് അവർ പറഞ്ഞു. ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ എപ്പോഴാണ് അവർ പറഞ്ഞത്? ഫറവോന്റെ അതുവരെ അവർ പാട്ടും പാടി സ്തുതിഗീതമൊക്കെ പാടി ഹാലേലിയ സ്തോത്രമൊക്കെ പാടി വന്ന ആൾക്കാർ ഫറവോന്റെ മസിലും ബലവും കണ്ടപ്പോൾ ഉടനെ അവർ പറയുകയാണ്, ഞങ്ങൾക്കിപ്പോൾ എന്ത് മതി? മിസ്രൈമിലെ ജോലി മതി. എന്നാ ജോലി? കളക്ടർ ജോലിയാണോ? MLA ജോലിയാണോ? അവിടുത്തെ കശാപ്പ് ജോലിയാണോ? അല്ല, അവിടുത്തെ അടിമ വേല മതി. കണ്ടോ? അപ്പൊ അവര് വചനത്തിന് വിരുദ്ധമായി പറയുകയാണ്. എന്തുകൊണ്ടാണ് പറയുന്നത്? സാഹചര്യം വന്നപ്പം. നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പോയിട്ട് പരാതി പറയരുതേ. സാഹചര്യം എതിരാകുമ്പോൾ നിങ്ങൾ പറയണം, സാഹചര്യം എന്തുമായാലും ദൈവത്തിന്റെ വചനം ഞാൻ മുറുക്കെ പിടിക്കും, ഇതേ നടക്കാൻ പോകത്തുള്ളൂ, ഇതേ നടക്കത്തുള്ളൂ. ഇവിടെ നിങ്ങൾ വിട്ടുകൊടുത്താൽ എന്താ സംഭവിക്കുന്നറിയോ? ഇവിടെ നിങ്ങൾ വചനം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തു സംഭവിക്കുന്നറിയാവോ? മിസ്രൈമിൽ പട്ടുപോയതുപോലെ, മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം മരുഭൂമിയിൽ പട്ടതുപോലെ കുറെ എണ്ണം പെട്ടുപോകും. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയിട്ടും പല ആൾക്കാരും രക്ഷപ്പെടാത്തതിന്റെ കാരണം ബ്രദർമാരുടെ കുഴപ്പമല്ല, ഉപദേശിമാരുടെ കുഴപ്പമല്ല, പാസ്റ്റർമാരുടെ കുഴപ്പമല്ല, പുരോഹിതന്റെ കുഴപ്പമല്ല. ശ്രദ്ധിക്കണം, നല്ലപോലെ വചനം കേൾക്കണം, വചനത്തിന്റെ വെളിപ്പാടുകൾ കേൾക്കണം. ഇത് കേട്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സകല പ്രതിസന്ധികളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ പറ്റും. ഇവിടെ നിങ്ങൾ നോക്കി, ഇവർ പറയുകയാണ് മിസ്രൈമിൽ ഞങ്ങളുടെ വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണം. കണ്ടോ? ഇത് പറഞ്ഞു കേട്ടാൽ നമ്മൾ ചിന്തിക്കും മിസ്രൈമിൽ ഇവർക്ക് ഭയങ്കര വലിയ ജോലിയായിരുന്ന. എന്നിട്ട് അവർ പറയുകയാണ് ഈ മരുഭൂമി കിടന്ന് മരിക്കുന്നതിനേക്കാൾ നല്ലത്. അപ്പം നിങ്ങൾ ചിന്തിക്കരുത്, നിങ്ങൾ ഈ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ പലരും ചിന്തിക്കും നമ്മൾ ഇങ്ങനെ ബലം പിടിച്ച് നടക്കുന്ന പരിപാടിയാണ് ക്രിസ്തീയ ജീവിതമെന്ന്. നമ്മൾ ചിലരുണ്ട് ഭയങ്കര സൂക്ഷിച്ച് പാപം ചെയ്യാതെ വിശുദ്ധ ജീവിതം സൂക്ഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പൊന്നു സഹോദര സഹോദരി, നിങ്ങൾ സൂക്ഷിക്കേണ്ട. നിങ്ങൾ കർത്താവ് എന്ന് പറഞ്ഞ യേശുക്രിസ്തു ഉണ്ടല്ലോ, നിങ്ങളെ ഉള്ളം കരത്തിൽ വഹിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യോഹന്നാൻ 10-ൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ദൈവത്തിൻ്റെ കരത്തിലായിരിക്കുന്നത്. നിങ്ങൾ നിൽക്കുന്നുവെന്ന് തോന്നുന്നവനാ വീഴുന്നത്. നിൽക്കുന്നു തോന്നുന്നവൻ, ഞാൻ നിൽക്കുവല്ല, ദൈവം എന്നെ നിർത്തുക. അപ്പൊ ജനം ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? ദൈവത്തിന്റെ വചനം എന്താ? ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് ദൈവം കൊടുത്ത വചനം എന്തുവാ? ആർക്കെങ്കിലും അറിയോ? എടുക്കണ്ട, പുറപ്പാട് 4 പറഞ്ഞിട്ടുണ്ട്. ഏതായിരിക്കോ വാക്യം? കാണാപ്പാട് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ആർക്കും അറിയത്തില്ലേ? പുറപ്പാട് 4 എടുക്കാൻ പോവണ്ട. പാലും തേനും ഒഴുകുന്ന ദേശം തരുമെന്ന്. കണ്ടോ? ഇതാണ് വാഗ്ദത്തം. നല്ലതും മനോഹരമായ പാലും തേനും ഒഴുകുന്ന, ഇതാണ് വാഗ്ദത്തം. പക്ഷെ ഇപ്പൊ അവർ പറഞ്ഞത് പാലും വേണ്ട, തേനും വേണ്ട, ഒന്നും വേണ്ട, പഴയ ജോലി ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. അതിന്റെ കാരണം എന്താണെന്നറിയോ? പേടിച്ചു പോയി. പുറകെ വരുന്ന സൈന്യങ്ങളെ കണ്ടപ്പോൾ പേടിച്ചു പോയി. മറക്കരുത്, നിങ്ങൾക്കൊരു ദൈവം ഉണ്ട്. സാഹചര്യം മാറുമ്പോൾ ദൈവം മാറത്തില്ല കേട്ടോ. പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവം മാറത്തില്ല കേട്ടോ. ദൈവത്തിന് മാറാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ വചനം ഒരുവൻ വിശ്വസിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അവനെ വിട്ട് ദൈവം മാറത്തില്ല, ദൈവത്തിന് മാറാൻ കഴിയത്തില്ല. ഇതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തു ഗേത്സമന തോട്ടത്തിൽ പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, അങ്ങോട്ടൊന്ന് പെട്ടെന്ന് പോകാവേ. കർത്താവ് എന്ത് ചെയ്തു? പിതാവേ, ഈ പാനപാത്രം ഞാൻ കുടിക്കുന്നുണ്ട്, ഈ പാനപാത്രം ഞാൻ പിതാവേ, ഞാൻ ഈ കുടിക്കാതെ ആരും നീങ്ങിക്കൂടാ, എങ്കിലും തെളിച്ചോണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല പിതാവിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. ശ്രദ്ധിച്ചു നോക്കിയേ. പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് നീങ്ങിക്കൂടാ എങ്കിൽ, ശ്രദ്ധിച്ചോണം, ഞാൻ കുടിക്കാതെ, അതായത് ഞാൻ ഈ ക്രൂശിൽ മരിക്കാതെ, ഈ ദുഃഖത്തിന്റെ പാത്രം എടുക്കാതെ എന്ത് ചെയ്യത്തില്ല?
ആർക്കും ഇതെടുക്കാൻ പറ്റില്ല. നമ്മൾ പലപ്പോഴും പറയും ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് എൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് മേടിച്ചൊക്കെ. ഞാൻ പറഞ്ഞു ഇതൊക്കെ വെച്ച് നിങ്ങളിതൊന്ന് ശരിക്കും പറഞ്ഞാൽ പാടരുത്. നിങ്ങളിത് കർത്താവ് എൻ്റെ ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവ് ക്രൂശിലെടുത്ത് മാറ്റിയതാണ്. പിതാവെ ഞാൻ കുടിക്കാതെ ഇത് നീങ്ങിക്കൂടാ, എങ്കിലും എൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. അതിൻ്റെ അർത്ഥം മനസ്സിലായതുകൊണ്ടോ? മനസ്സിൻ്റെ അകത്ത് കർത്താവിൻ്റെ ഉള്ളു പറയുകയാണ്, നാളെ ഈ സമയത്ത് ആ മനുഷ്യന്മാരെല്ലാം എന്നെ വലിച്ചഴച്ച് ചാട്ടവാറുകൊണ്ട് അടിച്ച് നഗ്നനാക്കി 3 ആണിമേൽ തറച്ച് എൻ്റെ മുഖത്ത് തുപ്പി എൻ്റെ താടിരോമങ്ങൾ പിഴുതെടുക്കുന്ന കാഴ്ച യേശുക്രിസ്തു വെളിപ്പാടിൽ കണ്ടപ്പം പ്രാണവേദന ഉണ്ടായിട്ട് പറയാം, അപ്പാ ഇതൊന്നും മാറ്റണം അപ്പാ. ഇന്നലെ വരെ യെരൂശലേമിലൊക്കെ വചനം പറഞ്ഞ് നടന്ന ആളാ ഞാൻ. ഇന്നലെ വരെ അത്ഭുതം ചെയ്ത ആളാ. നാളെ എന്നെ എന്ത് ചെയ്യും? ജനങ്ങൾ മുഴുവനും കാണുകെ ഒരു മൃഗത്തെ കൊല്ലുന്നത് പോലെ, അറക്കാൻ കൊണ്ടുപോകുന്ന ആടിനെ പോലെ എന്നെ നശിപ്പിക്കും. ഉടനെ കർത്താവിൽ ഉണ്ടാകുന്ന മനുഷ്യൻ, അതായത് മനുഷ്യനായ യേശുക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി വന്നതുകൊണ്ട് ഒരു മനുഷ്യൻ എന്തൊക്കെ ഇമോഷൻ ഉണ്ടാകുമോ ആ ഇമോഷന്റെ അകത്ത് യേശു പറഞ്ഞു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണം. എന്നിട്ട് കർത്താവ് തിരുത്തി പറയുകയാണ്, രണ്ടാമത് പോയിട്ട് പറയുകയാണ്, പിതാവേ ഞാൻ ഈ പാനപാത്രം കുടിക്കാതെ ഇതെന്ത് ചെയ്യത്തില്ല, രക്ഷ വരത്തില്ല. എന്നിട്ട് കർത്താവ് പറയണേ, കർത്താവേ നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാ? വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനം പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വ്യത്യാസം വരും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഭിക്ഷക്കാരനല്ല വിശ്വാസി. തരണേ 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 എന്ന് പറയുന്നവൻ ഒരിക്കലും കിട്ടാൻ പോണില്ല. പറയണം, ഞാൻ അവകാശിയാണ്. എൻ്റെ യേശുക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ട് വാഗ്ദത്തങ്ങളിൽ ഞാൻ അവകാശിയാണ്. ദൈവത്തിൻ്റെ ഞാൻ അവകാശിയാണ്. ഇനി ശ്രദ്ധിച്ചോണം. അപ്പം ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം പറയുകയാണ്, ഞങ്ങൾക്ക് എന്തു മതി, ഞങ്ങൾ തിരിച്ച് മിസ്രൈമിൽ പോയി വേല ചെയ്യാൻ വിടണം. അതിന് മോശ പറയുകയാണ്, അതിന് മോശ ജനത്തോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഉറച്ചു നിൽക്കണം. അപ്പം ഇന്ന് നോക്കി, എവിടെ ഉറച്ചു നിൽക്കേണ്ടത്? ആ കടൽ തീരത്താണോ ഉറച്ചു നിൽക്കേണ്ടത്? ഒന്ന് പറഞ്ഞ്, കടൽ തീരത്താണോ ഉറച്ചു നിൽക്കേണ്ടത്? ഇവരോട് പറഞ്ഞത് വെച്ച് നിങ്ങളെന്ന് പറ. കണ്ടോ ഇതാ തിരിച്ചറിയേണ്ടത്. ആ വചനത്തിൽ ഉറയ്ക്കണം. നീ കേട്ടത് എന്തുവാ? നിനക്ക് മിസ്രൈമിലെ അരിക്കള്ളത്തിന്റെ അകത്ത് പ്രമോഷൻ കിട്ടുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്. നീ കേട്ടത് നല്ലതും മനോഹരമായ ഒരു കനാൻ. നീ കണ്ടിട്ടില്ല, കേട്ടതേ ഉള്ളൂ. ആ കേട്ടതിൽ നീ ഉറച്ചു നിൽക്കണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിന്റെ വാഗൊണ്ട് നീ പറയേണ്ടത് കേട്ടതായിരിക്കണം. നീ കണ്ടതല്ല പറയേണ്ടത്, കേട്ടത് പറയണം. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, കണ്ടതല്ല പറയേണ്ടത്, കേട്ടത് പറയണമെന്ന് പറ. കണ്ടത് പറഞ്ഞവരെല്ലാം മരുഭൂമി പട്ടുപോയെങ്കിൽ കേട്ടത് പറഞ്ഞതെല്ലാം കനാൻ അവകാശം കണ്ടു. ശ്രദ്ധിച്ചു നോക്കിയാണ്. അപകടം മനസ്സിലാക്കണം. പിശാചിന്റെ തന്ത്രം കണ്ടതെല്ലാം പറയിപ്പിച്ചുകൊണ്ടിരിക്കും. ബ്രദറെ പറയുന്നതൊക്കെ ശരി ബ്രദറെ, എൻ്റെ പ്രശ്നം ബ്രദറിന് അറിയാൻ മേലാഞ്ഞിട്ടാ. ഞാൻ ചോദിച്ചോട്ടെ, എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, ദൈവത്തിനും അറിയാം. ഇതിക്കുള്ളിൽ വല്ലതും വേണോ? നിങ്ങളുടെ പ്രശ്നം എനിക്കറിയാം, നിങ്ങൾക്കറിയാം, ദൈവത്തിനറിയാം. പിന്നെ എന്തുകൊണ്ടാണ് മറുപടി തരാത്തത്? പറയാം. ദൈവം എന്തുകൊണ്ടാണ് മറുപടി തരാത്തത് ഞാൻ പറഞ്ഞു തരാം. താഴേക്ക് വരുമ്പോൾ കാണാൻ പറ്റും. മോശ പറയുകയാണ്, ഇത് മറന്നു പോകല്ലേ, ഉറച്ചു നിൽക്കുക, ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാൻ ചെയ്യുന്ന രക്ഷ കണ്ടുകൊള്ളുവിൻ, ഇന്ന് കണ്ട മിസ്രൈമിനെ ഞാൻ മേലെ കാണത്തില്ല. എന്നിട്ട് പറയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. കണ്ടോ, നിങ്ങൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിപ്പിൻ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. അപ്പൊ നമ്മൾ വാഗൊണ്ട് പറയുന്ന പല കാര്യങ്ങളും വചനത്തിനെതിരാണെങ്കിൽ നിങ്ങൾ ദൈവത്തിനെതിരെ സംസാരിക്കുന്നവരാണ്, അതായത് പിശാചിന്റെ ആൾക്കാരാണ്. ശ്രദ്ധിച്ചു നോക്കിയേ, നിങ്ങൾ മിണ്ടാതിരിക്കുക. അതിന്റെ അർത്ഥം എന്തുവാ? ഇനി മിസ്രൈമിൽ പുറപ്പെട്ട ഒരാൾ പോലും മിണ്ടരുതെന്നാണോ അതിന്റെ അർത്ഥം? ഒന്ന് പറഞ്ഞേ, കേട്ടോര് പറ. അല്ല, പിന്നെ എന്നായിരിക്കും? അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ വചനം പറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിനെതിരെ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വചനം നടക്കാൻ പോണില്ല. ഇവർ വിശ്വസിക്കുന്നുണ്ട് കനാൻ കിട്ടുമെന്ന്, അതുപോലെ തന്നെ പറയുന്നുണ്ട് പറവോ ഞങ്ങളെ കൊല്ലുമെന്ന്. ഇതിലേത് നടക്കും? നിങ്ങൾ തന്നെ പറ. ഒരു വാഗോണ്ട് പറയും ഞാൻ കനാൻ അവകാശമായിട്ട് പാലും തേനും പള്ളി പാട്ടൊക്കെ പാടുന്നുണ്ട്, അതോടൊപ്പം തന്നെ പറയും എന്നാ പറയുന്നത്, ഞങ്ങൾ ഫറവോ ഞങ്ങളെ കൊല്ലും, ഞങ്ങൾക്ക് മിസ്രൈമിലെ പഴയ ജോലി കിട്ടിയാൽ ഞാൻ ഇപ്പോഴും റിസൈൻ വെച്ചിട്ടില്ല, വേണേൽ തിരിച്ചു പോയി ഞങ്ങൾക്ക് വീണ്ടും ആ ജോലി കയറാനുള്ള ഓപ്ഷൻ കിടപ്പുണ്ട്. ഇപ്പോഴും സ്വപ്നം അങ്ങോട്ടാ, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മോശ പറയണം മിണ്ടാതിരിക്കുക. എന്നാ നീ മിണ്ടാതിരിക്കേണ്ടത്? നീ വാഗോണ്ട് ഇപ്പം മിസ്രൈമിനെ പുകഴ്ത്തുന്ന പരിപാടി നിർത്തുക.
എന്നിട്ട് നീ എന്ത് ചെയ്യണം? അപ്പോൾ മോശ 15-ാം വാക്യം നോക്കണം. അപ്പോൾ യഹോവ മോശയോടല്ല ചെയ്തു, നീ എന്നോട് ഈ നിലവിളിക്കുന്നത് എന്ത്? മുന്നോട്ട് പോകുവാൻ പറ. കണ്ടോ, കർത്താവ് കൂളായിട്ട് പറയുകയാണ്, നീ എന്തിനായി കിടന്ന് നിലവിളിക്കുന്നത്? എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ വാക്യം. നീ എന്തിനായി കിടന്ന് നിലവിളിക്കുന്നത്? ദൈവത്തിൻ്റെ ഒരു സ്വഭാവം കണ്ടോ. ഇവർ വലിയ പറവോന്റെ മസിലും വലിയ വലിപ്പമൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഇങ്ങനെ നിലവിളിക്കുമ്പം കർത്താവ് മോശ അത് ഏറ്റു പറയുമ്പോൾ മോശയോട് തമ്പുരാൻ പറയുകയാണ്, നീ എന്തിനായി വിളിച്ചു കൂകുന്നത്? ഞാൻ നിന്നോട് എന്നാ പറഞ്ഞത്? കാണുന്നത് വിളിച്ചു പറയാനാണോ അതോ വിശ്വാസാൽ മുന്നോട്ട് പോകാനാണോ? ശ്രദ്ധിച്ചോണം. ചുമ്മാ കിടന്ന് പ്രാർത്ഥിക്കരുത്, വചനം പറഞ്ഞു പ്രാർത്ഥിക്കണം. ഇതാണ് പല വിശ്വാസിക്കും സംഭവിക്കുന്നത്. ദൈവത്തെ വിശ്വാസമുണ്ട്, പിശാചിനെ അറിയാം, വചനമെല്ലാം അറിയാം, പക്ഷെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല. ഇവിടെയാ കുഴപ്പം. തെറ്റായ പ്രാർത്ഥന നിങ്ങൾക്ക് എന്തുണ്ടാവുമെന്ന് അറിയാവോ? നിങ്ങളുടെ അനുഗ്രഹം അവിടെ കിടക്കും. ഇവിടെ ദൈവം പറഞ്ഞു കേട്ടത്. അപ്പം നമ്മൾ പലപ്പോഴും നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ മറുപടി എന്തായിരിക്കും? ഈ വചനപ്രകാരം ഒന്ന് പറ. നിങ്ങൾ കിടന്ന് നിലവിളിക്കുമ്പോൾ ദൈവം എന്തായിരിക്കും മറുപടി പറയുന്നത്? പറ. വേണ്ട, എനിക്ക് വേണ്ട, അത്രയും വേണ്ട. നിങ്ങൾ ഈ വചനപ്രകാരം പറ. നീ എന്തിനാ വെറുതെ കിടന്ന് കണ്ടോ കണ്ടോ ഇപ്പൊ മനസ്സിലായോ? ഇതാ ദൈവത്തിന്റെ മറുപടി. പക്ഷെ നമുക്ക് ഈ ദൈവശബ്ദം കേൾക്കാൻ കഴിവില്ലാത്തത് കൊണ്ട്, നമുക്ക് കഴിവില്ല, നമ്മൾ വിശ്വസിക്കാത്തത് കൊണ്ട് നമുക്കിത് കേൾക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഇങ്ങോട്ട് ദൈവസന്നിധി പോയിട്ട് നിലവിളിക്കുക, കർത്താവേ നീ ഇത് കാണുന്നില്ലേ? എൻ്റെ മുമ്പിൽ ഭാഷാൻ കൂട്ടങ്ങൾ ചുറ്റി വളഞ്ഞിരിക്കുന്നു, ശത്രു എന്നെ വിഴുങ്ങാൻ നിൽക്കുന്നു, പിശാച് എൻ്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നു, സാത്താൻ എന്നെ തല്ലാൻ നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവം അങ്ങോട്ട് സന്തോഷിക്കുക. താമ്പുരാൻ വരുന്നു, മിണ്ടാതിരിക്കാവോ? ഞാൻ പറഞ്ഞ വചനം എത്ര നേരം പറഞ്ഞു? അത് ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു ബ്രദറെ, ബാക്കി 150 പ്രാവശ്യം പറഞ്ഞ എന്തുവാ? ശത്രുവിനെ പറ്റി. അപ്പം നീ ശരിക്കും പറഞ്ഞ ആരുടെ ആളാ? ശത്രുവിൻ്റെ ആളാ. അവനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക. ഫറവോന്റെ മസിൽ കൊണ്ടോ, അവൻ്റെ കുന്തം കൊണ്ടോ, അവൻ്റെ വാള് കൊണ്ടോ, അവൻ്റെ സൈന്യബലം കൊണ്ടോ, ഇത് കണ്ടപ്പോൾ അവർ വിറച്ചിട്ട് പറയുകയാണ്, ഭയപ്പെട്ട് പറയുകയാണ്, ഇപ്പോൾ പഴയ ജോലിക്ക് ഇപ്പോഴും വേക്കൻസി ഉണ്ടോ? ഞാൻ റെഡിയാണ് ഇപ്പോഴും, ഞങ്ങൾ ഇപ്പോഴും റെഡിയാണ്. പഴയ പണി, കളക്ടർ പണി വല്ല ആണോ? അല്ല, പഴയ പോലെ ഫറവോന്റെ അടിമയായി കിടക്കാൻ പറയണം. എനിക്ക് മനസ്സില്ല പിശാചേ, നിന്റെ ഒരു പരിപാടി നടക്കത്തില്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ക്രൂശിൽ വില കൊടുത്തതുകൊണ്ട് ഞാൻ തകരത്തില്ല, നശിക്കത്തില്ല. ഇനി എന്നാ വലിയ പ്രതികൂലം മുമ്പിൽ വന്നാലും ജയം ദൈവത്തിലുള്ളവന്. ബൈബിളിൽ ഒരു വാക്കിന് ഒടുവിൽ ജയം കർത്താവിനെന്നാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തെ വിളിക്കുന്ന മക്കൾ ആദ്യം തിരിച്ചറിയണം, നിങ്ങളെ തകർത്തിട്ട് തമ്പുരാന് വേറെ പരിപാടി ഇല്ല കേട്ടോ. ദൈവത്തെ വിശ്വസിക്കുന്നവനെ കളഞ്ഞിട്ട് കർത്താവിന് വേറെ ഒരു പരിപാടി ഇല്ലെന്നേ. ആമേൻ. അപ്പൊ തിരിച്ചു പറയുന്നത് കേട്ടോണ്, മോശയോട് പറയുകയാണ്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? കർത്താവിൻ്റെ ഒരു യഹോവ സംസാരിക്കാന്ന് ഓർത്തു. അപ്പോൾ യഹോവ മോശയോട് പറയുക, മോശ ഇങ്ങനെ നടന്ന് വിളിച്ചു പോകാതെ നിന്നോടൊക്കെ പറഞ്ഞത് എന്തുവാ? നീ അതൊക്കെ ആദ്യം ചെയ്യ്. ഞാൻ പറഞ്ഞത് നിന്നെ കനാൻ കാണിക്കുമെന്നല്ല, അത് കനാൻ നേടണം എന്നല്ല പറഞ്ഞേക്കുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ, പുറപ്പാട് ദിവസം പറഞ്ഞ വാക്ക് നോക്കി, നല്ലതും മനോഹരമായ കനാൻ ഞാൻ നിങ്ങൾക്ക് തരുമെന്നാ പറഞ്ഞത്. അല്ല നിങ്ങൾ നേടണമെന്നല്ല പറഞ്ഞത്, തരുമെന്നാ പറഞ്ഞത്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറയാം, വചനം തന്ന ദൈവത്തിന് അത് നിവർത്തിക്കാൻ അറിയാൻ കേട്ടോ. ദൈവത്തെ സഹായിക്കണം എന്ന് പറ. ദൈവത്തെ സഹായിക്കണമെന്ന് പറ. മനസ്സിലായോ? ദൈവത്തെ സഹായിക്കാൻ പോകണ്ട. വചനം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ അത് കാണിക്കാൻ ദൈവത്തിന് അറിയാം. മിണ്ടാതിരുന്നിട്ട് വചനം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. അല്ല നിങ്ങൾ ചിന്തിക്കുന്ന പോലെ, ബ്രദറെ എൻ്റെ ബൈബിളും വചനവും കൊണ്ട് ബ്രദറെ, പക്ഷേ ഇതെങ്ങനെ ബ്രദറെ പ്രാപിക്കേണ്ടത്? ശ്രദ്ധിച്ചോണം, ദൈവമാണിത് നിവർത്തിച്ച് തരുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മറന്നു പോകരുത്. ഇനി നിങ്ങൾ നോക്കി 16-ാമത്തെ വാക്യം, നമുക്കറിയാവുന്ന വാക്യമാണ്, നിങ്ങൾ ഒത്തിരി പ്രസംഗം കേട്ട വചനങ്ങളായിരിക്കാം. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വടിയെടുത്ത് നിന്റെ കൈമേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇസ്രായേൽ മക്കൾ കടലിൻ്റെ നടുവെ ഉണങ്ങിയ നിലത്തുകൂടെ കടന്നു പോകും. എന്നിട്ട് വേണം, എന്നാൽ ഞാൻ മിസ്രയീമ്യരുടെ ഹൃദയത്തെ കഠിനമാക്കുന്നു, അവർ നിങ്ങളുടെ പിന്നാലെ ചെല്ലും. എന്നാൽ ഞാൻ ഫറവോനും അവൻ്റെ സകല സൈന്യത്തിനും അവൻ്റെ രഥത്തിനും കുതിരപ്പടകൾക്കും ഒക്കെയും എന്നെ മഹത്വപ്പെടുത്തും. എൻ്റെ അർത്ഥം, നീ ഫറവോനെ പേടിക്കണ്ട, ചെങ്കടലും പേടിക്കണ്ട. ഞാൻ പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരുന്ന വഴി തന്നെ തുറക്കും. വചനം പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, കടലിനെ കീറി ദൈവത്തിന് വഴി തുറക്കുവാൻ നീ മിണ്ടാതിരുന്ന് ഞാൻ പറഞ്ഞ വാഗ്ദത്തം ഉരുവിട്ടാൽ കടല് പോലും വഴി തുറക്കും.
ശ്രദ്ധിച്ചോണം, കടലിൻ്റെ അകത്ത് പോലും വഴി തുറക്കും. ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ കടലിൻ്റെ അകത്ത് പോലും വഴി തുറക്കേണ്ട ദൈവമാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചറിഞ്ഞോണം, കടല് പോലും നിങ്ങളുടെ മുമ്പിൽ വഴി തുറക്കും വചനമെന്ന് പറഞ്ഞാൽ. പക്ഷെ നമ്മൾ മെനക്കെടത്തില്ല. ഞാൻ പുറത്ത് നമുക്ക് ഈ വചനത്തെപ്പറ്റി ഇപ്പോഴും ഒരു അറിവ് വന്നിട്ടില്ല. ഇത് ഞാൻ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് ബ്ലെസ്സിങ്ങുകളെയും തുറക്കാൻ ശക്തിയുള്ളതാണ് നിങ്ങളുടെ കയ്യിരിക്കുന്ന വചനം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യത്തില്ല, വചനം കേൾക്കാൻ വേണ്ടി പോകും. എവിടെ പ്രാർത്ഥന വെച്ചാലും എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് അവിടെ നിന്ന് വചനം കേട്ട് ഉറക്കം തൂങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോരും. അങ്ങനെ ചെയ്യരുത്. കേൾക്കുന്ന വചനം ഊരിവിട്ട് പഠിക്കണം, ഊരിവിട്ട് പ്രാർത്ഥിക്കാൻ പഠിക്കണം. വചനം പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പോൾ വചനം പറഞ്ഞു പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? ആ വഴി തുറന്നു വരുന്നത് കാണുവാൻ കർത്താവിൽ നിങ്ങൾക്ക് പറ്റും. ആമേൻ. ഇനി നിങ്ങൾ നേരെ നമുക്ക് കൊരിന്ത്യ ലേഖനത്തിലേക്ക് ഒന്ന് വരാവേ. ശ്രദ്ധിച്ചു നോക്കി, 2 കൊരിന്ത്യയിലേക്ക് ഒന്ന് വന്ന് നോക്കി. ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ ദൈവത്താലുണ്ട്. ഇനി ഞങ്ങളിൽ നിന്ന് സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തനല്ല. ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്ര. ഇപ്പം മനസ്സിലായോ? ഞങ്ങൾ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നതല്ല, ഞങ്ങൾക്ക് പ്രാപ്തി തരുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ഞങ്ങൾ ഉറയ്ക്കുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കഴിവോ, നിങ്ങൾക്ക് വലിയ പ്രാപ്തിയോ, നിങ്ങൾക്ക് വലിയ ബലവോ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളൊന്നും പറയാൻ വേണ്ടി പോകണ്ട. കർത്താവിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരിക്കുക. വചനം പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നറിയാവോ? നിങ്ങളുടെ മൈൻഡ് സെറ്റപ്പിൽ വ്യത്യാസം വരും. ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. നിങ്ങളൊരു കേരളത്തിൽ ജനിച്ചു വളർന്ന വ്യക്തിയായതുകൊണ്ട് എന്താ പറയുന്നത്, നിങ്ങൾക്ക് മലയാളം മാത്രമായ ഒരു വ്യക്തിയായത് നമുക്കൊരു കൾച്ചറുണ്ട് അല്ലേ? നമ്മളെല്ലാവരും മലയാള കൾച്ചർ, കേരള കൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു കൾച്ചറുണ്ട്. നിങ്ങളെ പിടിച്ചുകൊണ്ട് ഇപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുവന്നതിലും അറേബ്യൻ രാജ്യത്തോ മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ നിങ്ങളിനി എത്ര ട്രെയിൻ ചെയ്യിപ്പിക്കാൻ നോക്കിയാലും നിങ്ങളുടെ ഉള്ളിൽ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിങ്ങളൊരു മലയാളി ആണ്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ മലയാളി പിള്ളേരൊക്കെ അമേരിക്കയിലോ ഓസ്ട്രേലിയയിലോ വേറെ ഏതെങ്കിലും ആഫ്രിക്കയിലോ അറേബ്യൻ രാജ്യത്തോ ഒക്കെ ജനിച്ചു വളർന്ന മലയാളി പിള്ളേർ ഇനി അവർ വേറെ മലയാളികളുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാതെ വളർന്നതെന്ന് വിചാരിച്ചോ? ജന്മം കൊണ്ട് അവൻ മലയാളിയാണ്, അപ്പൻ്റെ അമ്മയും മലയാളിയാണ്, ജനിച്ചു വീണത് പക്ഷേ വേറെ ഏതോ രാജ്യത്താണ്. അവൻ വളരുന്നത് ആ രാജ്യക്കാരനായിട്ടാണ്. അവന് ഷേപ്പ് കൊണ്ട് അവൻ നമ്മുടെ മലയാളി ആണെങ്കിലും അവൻ്റെ കൾച്ചർ കൊണ്ട് അവൻ കുഞ്ഞുനാൾ മുതലേ അവൻ വളർന്നു വന്ന അവൻ്റെ ആ ഒരു എന്താ പറയുക, അവൻ്റെ ആ ഒരു ജീവിത ശൈലി അവൻ ഒരിക്കലും എന്തല്ല, മലയാളിയല്ല. കാരണം അവൻ വളർന്നത് അവിടെയാണ്, അവൻ ജീവിച്ചത് അവിടെയാണ്, അവൻ്റെ കൾച്ചർ ഏതാണ്, അവൻ ജനിച്ചു വളർന്ന രാജ്യമാണ്. ഇതേപോലെ നിങ്ങൾ വചനം പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് വ്യത്യാസം വരികയും നിങ്ങളുടെ തോട്ട് പാറ്റേണുകൾക്ക് ചേഞ്ചുകൾ ഉണ്ടാകുകയും നിങ്ങളുടെ ജീവിത നിലവാരങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാകുകയും നിങ്ങൾ ക്രിസ്തു യേശുവിൽ വളർച്ച. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇസ്രായേലിനെ പറയുന്നത്, നമ്മുടെ ഒരു തോട്ട് പാറ്റേൺ അല്ല അവരുടെ. നിങ്ങൾ അവിടെ പോയിട്ട് പിശാചും ബന്ധനവും പോരാട്ടവും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ നിങ്ങളെ ഓടിക്കും. അതിൻ്റെ കാരണം അവൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവം സർവശക്തനാണ്, അവൻ സൈന്യങ്ങളുടെ യഹോവയാണ്, അവൻ റാഫയാണ്, അവൻ എൽഷദായാണ്, അവൻ യഹോവ നിസിയാണ്, അവൻ യഹോവ ഈരയെ വെളിപ്പെട്ടവനാണ്. അപ്പം അവൻ്റെ ഫോക്കസ് മുഴുവനും ദൈവത്തിൻ്റെ വലിപ്പം അവൻ്റെ തലക്കറി. അവനത് വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. ഈ പ്രതിസന്ധിയിൽ അവൻ്റെ രക്ഷപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ വലിപ്പം അവനെ മനസ്സിലാക്കിയേ കഴിയത്തുള്ളൂ. ആമേൻ. അപ്പോൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഇനി പ്രാർത്ഥിക്കേണ്ടത്? ഒന്ന് പറഞ്ഞേ. വചനം പറഞ്ഞ് പ്രാർത്ഥിക്കണം. വചനം ഇനി എന്റെ വിഷയങ്ങൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്തായിരിക്കും ദൈവത്തിന്റെ മറുപടി? അപ്പൊ ഇനി ഓർത്തോണം, അബദ്ധവശാൽ എങ്ങാനും വായുന്ന എൻ്റെ കർത്താവേ ഞാൻ ഈ പ്രശ്നത്തിൽ നടുക്കളെ ഇങ്ങനെ വട്ടം കറങ്ങുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് ദൈവം മോനെന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഓർത്തേക്കല്ലോ കേട്ടോ. കർത്താവ് പറയും മിണ്ടാതിരിക്ക്, ഞാൻ ദൈവം ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് നീ ആ വചനം എന്ന് പറ. ഹല്ലേലൂയ. അപ്പോൾ എന്താണ് ഈ സാഹചര്യം? സാഹചര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. സാഹചര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, കടൽ നോക്കിയാൽ തിരമാലയാണ്. കർത്താവിന് വേണമെങ്കിൽ എന്ത് ചെയ്യായിരുന്നു? അവിടുന്ന് ഒരു 500 കിലോമീറ്റർ മാറി വേറെ ഏതെങ്കിലും ഒരു കാട്ടുവഴിയിലൂടെ അവർക്ക് കനാൻ ദേശം കൊണ്ടുപോകാൻ മേലെ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ?
ഏതെങ്കിലും കുറേ ദൂരെ യാത്ര ചെയ്ത് വേറെ ഏതെങ്കിലും ബോർഡറിലൂടെയൊക്കെ യാത്ര ചെയ്താൽ നമുക്കറിയാം ഏതെങ്കിലും ഒരു ബോർഡറോ ഏതെങ്കിലുമൊക്കെ നമുക്കറിയാം. ഇപ്പോൾ ഒത്തിരി ആൾക്കാരൊക്കെ ഇപ്പോൾ യാത്ര ചെയ്യുന്നുണ്ടല്ലേ. ഞാനിപ്പോൾ ഒത്തിരി യൂട്യൂബിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ വണ്ടിയിലൊക്കെ ഉലകം ചുറ്റുന്നവരുണ്ട്. യൂറോപ്പൊക്കെ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ യാത്ര ചെയ്ത് കടൽ മാർഗമല്ല, വെറും കാറയിലൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കൊണ്ട് ആരോ കോഴിക്കോട് നിന്ന് യാത്ര ചെയ്ത് അവർ ഓസ്ട്രേലിയ വരെയോ അമേരിക്ക വരെയോ ഒക്കെ എന്ത് ചെയ്തു. പക്ഷേ ഒരു ആൾക്കാർ പറഞ്ഞു ഇല്ല, കടൽ കടന്നു വേണം അമേരിക്കയ്ക്ക് പോകാൻ. അവരെന്ത് ചെയ്തു, കരമാർഗം എന്ത് ചെയ്തു, പല ബോർഡറുകൾ താണ്ടി പല സ്ഥലങ്ങൾ കയറി അവരെന്ത് ചെയ്തു അമേരിക്കയിൽ ഓസ്ട്രേലിയ എത്തി. കരമാർഗം തന്നെ. ഇപ്പോൾ പല യാത്രകൾ അവർ ചെയ്തു, പല റൂട്ടിലൂടെയൊക്കെ അവർ യാത്ര ചെയ്തു. അങ്ങനെ കരമാർഗത്തിലൂടെ അവർ യാത്ര ചെയ്തൊരു വീഡിയോ ഞാൻ കണ്ടത്. ഈ സത്യമായിരിക്കാം എങ്കിൽ പോലും ഞാൻ പറയാം, ദൈവത്തിന് എന്തുകൊണ്ട് വേറൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തുകൂടാ? ഈ കടല് തന്നെ മുറിക്കണമെന്ന് തന്നെ നിർബന്ധം. എന്തിനാ ദൈവത്തിന് അത്ര നിർബന്ധമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിനക്ക് പ്രതിസന്ധിയായി നിൽക്കുന്ന ഏത് കാര്യത്തെയും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ വേറെ വഴി ദൈവത്തിനില്ല. ദൈവത്തിന് എന്താണോ പ്രതിസന്ധി അതിനെ കീറി മുറിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. എൻ്റെ കൂടെ പറഞ്ഞിട്ട് ദൈവത്തിന് വേറെ വഴിയില്ല, മുമ്പോട്ട് തടസ്സങ്ങളെ മുറിച്ചു പോകുക എന്നൊറ്റ പ്ലാനേ ഉള്ളത്. തെളിവ് ഞാൻ പറയാം. യേശുക്രിസ്തു പറഞ്ഞു കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റണം. ഉടനെ സർവ്വം ചിന്തിക്കുക, ശരിയാണല്ലോ, കർത്താവിനെ ക്രൂശി കയറ്റാതെ എന്നാ വഴി? ഉടനെ പിതാവായ ദൈവം ചിന്തിക്കുക. ഉടനെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുക, അറ്റാക്ക് വന്നാൽ എളുപ്പമല്ലേ? കർത്താവ് പടന്മാർ പിടിക്കുന്ന സമയത്ത് പാപം മുഴുവനും സ്വന്തം ശരീരത്തിലേക്ക് വഹിക്കും, പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ വേദന ഇല്ല, ചെറിയൊരു വേദന, അല്ലെങ്കിൽ സൈലന്റ് അറ്റാക്ക്. വചനത്തിൽ യേശുക്രിസ്തു മരിച്ചു, എങ്ങനെയും മരിച്ചാൽ പോരെ. അപ്പോൾ കർത്താവിന് എന്ത് ചെയ്യാം? ഒരു സൊല്യൂഷൻ എത്തി. ഇപ്പം കർത്താവിന് പെട്ടെന്ന് ഒരു സൈലന്റ് അറ്റാക്ക് വരട്ടെ, വേണ്ടെന്നേ. കാര്യം ആ ശരീരം മുറിക്കപ്പെടണം, എങ്കിലേ സൗഖ്യം നടക്കത്തുള്ളൂ. കണ്ടോ, ഓരോന്നിനും ഓരോ പ്ലാൻ ഉണ്ട്. ആ ശരീരത്തിൽ യേശുവിൻ്റെ ശരീരം മുറിവേറ്റാൽ നിങ്ങളുടെ രോഗങ്ങൾ സൗഖ്യമാകണം. ചിന്തിച്ചോണം. അതിനു വേണ്ടി എന്ത് ചെയ്തു? എഴുതപ്പെട്ടതാന്നേ. അതുകൊണ്ടാണ് രോഗികളായി ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ പറ, എൻ്റെ യേശു എനിക്ക് വേണ്ടിയാ മുറിവേറ്റത്. എൻ്റെ ഈ മാരക രോഗം, ക്യാൻസറോ ട്യൂമറോ പ്രഷറോ ഷുഗറോ കിഡ്നിയോ എന്തു ആയിക്കോട്ടെ, പറഞ്ഞ് എൻ്റെ യേശുവിൻ്റെ മുറിവ് എൻ്റെ ആരോഗ്യവും സൗഖ്യമാണ്. ഈ വചനം പറയണം. അപ്പം എന്താണ് ഇനി വചനം പറഞ്ഞുള്ള പ്രാർത്ഥന എന്നുള്ളത്? അപ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പോൾ എന്താ പ്രാർത്ഥന എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതൽ ചിന്തിക്കാം. ഞാനിപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ കൂടെ ഇന്നൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എനിക്കറിയത്തില്ല, ഈ സോബിൻ എന്ന് പറയുന്ന SOBIN സോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവിനോട് പറയുകയാണ്. സോബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി, ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട ആരാണോ സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ഇന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഏറ്റെടുത്തോണം. സോബിൻ എന്നാണ് പേര്. എനിക്കറിയത്തില്ല, വ്യക്തിക്ക് വേണ്ടി വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരു നിയോഗം തരുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ ഏറ്റെടുത്തോണം. കർത്താവ് ഇന്ന് ആ മകനെ തൊടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നപ്പ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ പ്രവൃത്തിയെ ഇന്ന് ഞങ്ങൾ അയക്കുന്നല്ലപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വീടിൻ്റെ മുൻവശത്തെ കർത്താവ് എന്നെ കാണിക്കുക. ആ വീടിൻ്റെ മുൻവശത്ത് ഒരു ചരടയിൽ ഇങ്ങനെ ഈ തിളക്കമുള്ള എന്തോ ഒരു സാധനം, തിളക്കമുള്ള ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഒരു സാധനം ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. ഈ പ്ലാസ്റ്റിക് പോലത്തെ ഇരിക്കുന്ന ഒരു സംഭവമാണ് തൂക്കിയിട്ടിരിക്കുന്നത്. ആ വീട് കടന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ കർത്താവ് എന്നെ ആ ഭവനത്തിൽ ജോർജ് എന്ന് പറയുന്ന ഒരു സോബിൻ എന്നുള്ള വ്യക്തിയുടെ സോഫി എന്ന് പറഞ്ഞ സഹോദരി ഇട്ടേക്കുന്നുണ്ടല്ലോ, അതാരാ? സോഫി എന്നുള്ള സഹോദരി ഇപ്പം മോൻ്റെ പേരാന്നിട്ടുണ്ടല്ലോ. വേഗത്തിലൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പെട്ടെന്ന് സിസ്റ്ററെ മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല. അല്ല, ഇപ്പൊ ഞാനൊരു കമന്റ് കണ്ടു. അതിൻ്റെ അകത്ത് മോനാന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് കൊണ്ട് സിസ്റ്ററെ അതൊന്ന് വേഗത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഞാനിപ്പോൾ ഒരു പേര് കണ്ടു. ബ്രദർ സോബിനാണോ? സോബിന്റെ മോള് ഹസ്ബൻഡാണ്. സോഫി ഐഫോൺ എന്നുള്ള സിസ്റ്റർ ആണോ ഇതിൽ കാണുന്നത്? ഇത് സോബിൻ എന്നാണ്. ഈ സോഫി ഐഫോൺ എന്നുള്ള മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല സിസ്റ്റർ, എനിക്കറിയത്തില്ല. സോഫി ഐഫോണിനെ ഞാൻ കാണുന്നത്.
ഞാൻ നോക്കട്ടെ സിസ്റ്റർ, എനിക്ക് വേഗത്തിൽ സിസ്റ്റർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ സിസ്റ്റർക്ക് മ്യൂട്ട് മ്യൂട്ട് മാറ്റാൻ മാറ്റാൻ പറ്റുന്നില്ല എന്ന് എഴുതി കാണിച്ചു. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല ഒരു മിനിറ്റ് സിസ്റ്റർ, ഞാനിപ്പം മ്യൂട്ട് മാറ്റാം. സിസ്റ്റർ ഇപ്പം നോക്കി, ഇനി മ്യൂട്ട് മാറ്റാൻ പറ്റും നോക്കി, എന്നാ പറ്റുന്ന കാര്യത്തിൽ ഇപ്പം മ്യൂട്ട് മാറ്റാൻ പറ്റുന്നുണ്ട് സിസ്റ്റർക്ക്? ഇപ്പം പറ്റുന്നുണ്ടോ നോക്കി? പറ്റുന്നില്ല, എന്നാ പറ്റുന്നത് എനിക്കറിയത്തില്ല. സൗകര്യം ഞാൻ പറയുവാണ് പെട്ടെന്ന് മോന് വേണ്ടി. അതിനെ മ്യൂട്ട് മാറ്റാൻ പറ്റാതെ ഒന്ന് മാറ്റി നോക്കി സിസ്റ്ററെ. സോഫീസ് ഐഫോൺ എന്ന് തന്നെ കമൻറ്റ് കാണും. നിങ്ങൾ എത്ര പേരെ കമൻറ്റ് ഉണ്ടെന്ന് എനിക്കറിയത്തില്ല സിസ്റ്ററെ. വേഗത്തിൽ ഞാൻ ആ മകന് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് ആ മകൻ്റെ മേൽ വിടുന്നല്ലോ. കർത്താവെ അനർത്ഥം ഇന്ന് വിട്ടൊഴിയാൻ വേണ്ടി വേഗത്തിൽ ആ മകന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവൻ ദീർഘായുസ് കൊണ്ട് തൃപ്തി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. ഞങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. തമ്പുരാൻ്റെ കൃപ കൊണ്ട് മൂടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ പറഞ്ഞത് ഈ പ്ലാസ്റ്റിക് പോലെ, ഞാൻ പറഞ്ഞത് ഈ വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് പോലെ എനിക്ക് തോന്നുന്നു, പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന ഒരിതാണ് ഞാൻ കാണുന്നത്. ഈ ഒരു ഷേപ്പിലെ വീടിൻ്റെ മുമ്പിൽ കണ്ടൊരു കാഴ്ച എന്നെ കർത്താവ് പറയുന്ന ആ ഭവനത്തിലൊരു ജോർജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. 2 ആൺമക്കളുള്ള ജോർജിനെയാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. ഇന്ന് കുടുംബത്തിൻ്റെ മേൽ കർത്താവിനോട് പറയുന്നു, സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് മക്കൾക്ക് മാത്രമല്ല കുടുംബത്തിൻ്റെ അകത്തും വലിയൊരു സ്ട്രഗിൾ നടക്കുന്നുണ്ട്. മക്കളുടെ വിഷയവും കുടുംബത്തിലെ വിഷയം ഒരേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഒരു പ്രോബ്ലമാണ്. ആ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെ മേൽ കുരുക്കുകളെ കർത്താവ് ഇന്ന് അഴിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഭാവിയുടെ വാതിൽ ഇപ്പോൾ തന്നെ തുറന്നു വരുന്നു. ഞങ്ങളിപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവേ അങ്ങയുടെ വലിയ മഹത്വം എന്ന കുടുംബത്തിൻ്റെ മേൽ വെളിപ്പെടുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ ആ ഭവനം ഏറ്റെടുത്താട്ടെ. ഇന്ന് 2 തലമുറകളെയും കർത്താവ് ഇന്ന് തൊടുന്നു യേശുവിൻ്റെ നാമത്തിൽ. അത് കൂടാതെ തന്നെ ആ ഭവനത്തിൻ്റെ മേൽ തന്നെ ദൈവത്തിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കാണത്തക്കവണ്ണം ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കൂടെ ഇന്ന് എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് ആ ഭവനം, ഇന്ന് ലൈവിലായിക്കോട്ടെ സൂമിൽ കാണുന്നവരായിക്കോട്ടെ, നിങ്ങളോട് ഞാൻ പറയുന്നു, ഇന്ന് കേട്ട വചനം ഒരു വ്യക്തി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ ഇന്ന് കർത്താവ് മാറ്റും യേശുവിൻ്റെ നാമത്തിൽ. എന്നോട് കർത്താവ് എന്നെ മ്യൂട്ട് മാറ്റിയത് പറയാനല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യണം എല്ലാവരും, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്യണം, അല്ലാത്തവരെല്ലാം മ്യൂട്ട് ചെയ്യണം. പറയാനാണെങ്കിൽ മാത്രം നിങ്ങൾ മ്യൂട്ട് മാറ്റിയാൽ മതി. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവ് ഞങ്ങളുടെ അത്ഭുതകരമായ ഇന്ന് ദൈവപ്രവൃത്തിയെ ഇന്ന് കർത്താവ് ചെയ്യുന്നല്ലോ. അപ്പം പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റുന്നത്? അത്ഭുതകരമായ പ്രവർത്തികൾ ദൈവനാമ എല്ലാവരും മ്യൂട്ട് ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ പിതാവ് ഞങ്ങളുടെ വലിയ മഹത്വം. ഞാൻ എന്നെ ഒരു ഈ സാൻഡോ എന്ന് പറയുന്നത് ഒഫീഷ്യൽ നെയിമാണ്, വിളിപ്പേർ നിൽക്കത്തില്ല. സാൻഡോ എന്ന് പറയുന്ന ഒരു പേര് കർത്താവിനെ കാണിക്കുക. സാൻഡോ എന്ന് പറയുന്ന ഒരു പേര്, SANTO, സാൻഡോ, അങ്ങനൊരു വാക്കാണ് ഞാൻ കേൾക്കുന്നത്. സാൻഡോ എന്ന് പറയുന്ന ഒരു പേര് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആ കുടുംബത്തെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ മേലായിട്ട് ഞാനൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. കുറേ നാളുകളായിട്ട് ഏകദേശം ഒരു 12 വർഷത്തെ കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവകാശവാദം എന്ന് യേശുവിൻ്റെ നാമത്തിൽ എടുത്തു മാറ്റിയിട്ട് ആ കുടുംബത്തിൻ്റെ അകത്ത് വലിയൊരു സ്വസ്ഥതയുടെ അന്തരീക്ഷത്തെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ അങ്ങയുടെ പറഞ്ഞു. പേര് സാറ്റോ എന്നാണ്. ഈ പറഞ്ഞ പോലെയാണോ? അവൻ കുറെ വർഷമായിട്ട് അവനെ ഓർത്ത് ഞങ്ങൾക്ക് ഭാരമൊക്കെ തരാം. എനിക്ക് ഒഫീഷ്യൽ പേരാണോ സിസ്റ്റർ അത്? അവന്റെ പേര് തന്നെ സാറ്റോ സെബാസ്റ്റ്യൻ. ഓ, അതാ ഞാൻ ഈ പറഞ്ഞപ്പോൾ ഞാനത് ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു പേര് കേൾക്കുന്നത് തന്നെ. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് അവന് വേണ്ടി പ്രാർത്ഥിച്ചു സിസ്റ്റർ. ഇന്ന് അവൻ്റെ അത്ഭുതത്തിൻ്റെ ദിവസമാകട്ടെ. ഇന്ന് കർത്താവ് അവനെ തൊട്ട്. നിങ്ങൾ ആ കുടുംബത്തിൻ്റെ മേലുള്ള ഒരു പ്രശ്നമായിരുന്നത്, ഇന്ന് അത് പരിഹരിക്കപ്പെടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. കർത്താവിൻ്റെ വലിയ സ്പർശനം ഇന്ന് അവിടെ സംഭവിക്കുകയാണ്. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർക്ക് ഇതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. ഇന്ന് സൗഖ്യമാകാതെ ഇവിടുന്ന് പോകരുത് കേട്ടോ. ഇന്ന് തിരിച്ചറിഞ്ഞ് യേശു പ്രാണവേദനയിലായത് എന്തിനു വേണ്ടിയാ? നിങ്ങൾ രോഗം വന്ന് കരയാൻ വേണ്ടിയല്ല, ഹോസ്പിറ്റലിൽ കൊണ്ട് കാശ് കളയാൻ വേണ്ടിയല്ല, പകരം യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് ലോകം അറിയാൻ വേണ്ടി. കർത്താവ് പ്രാണവേദനയിൽ ഓടി വന്നിട്ട് പറഞ്ഞു, കഴിയുമെങ്കിൽ പിതാവ് ഈ പാനപാത്രം മാറ്റണം.
കർത്താവ് അത് മാറ്റിയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്നും രോഗിയാണ്. യേശു പറഞ്ഞു, ഇല്ല കർത്താവേ, ഞാനിത് കുടിച്ചോളാം. കാരണം ഞാനിത് കുടിച്ചാൽ, ഈ പാനപാത്രം കുടിച്ചാൽ മാരക രോഗത്തിലിരിക്കുന്ന എൻ്റെ മക്കൾ സൗഖ്യമാകും. വേദനയിലിരിക്കുന്ന എൻ്റെ മക്കൾ സൗഖ്യമാകേണ്ടതിന് ഞാൻ ഇന്ന് ഈ പ്രാണവേദന ഏൽക്കുക. പ്രിയരെ, ഇത് ചെറുതല്ല കേട്ടോ. നിങ്ങൾ ഇതിനെ തുച്ഛീകരിക്കരുത്. പറയണം, എൻ്റെ രോഗം യേശു വഹിച്ചതാണ്. സൗഖ്യം എൻ്റെ അവകാശമാണ്. അത്ഭുതം എൻ്റെ അവകാശമാണ്. ഇപ്പോൾ യേശുവിൻ്റെ തിരുമുറിവിൽ ഞാൻ ആരോഗ്യത്തെ സ്വീകരിക്കുന്നത്. പറ, ആ വചനം പറഞ്ഞ് ഇപ്പോൾ ആ വേദനകൾ വിട്ടുമറിഞ്ഞ് ഇപ്പൊ ചോദിക്കും. വേദന മാറിയിട്ടുള്ളവർ ഇപ്പൊ പറയാനുള്ള അവസരമാണ്. ഇപ്പൊ ഞാൻ ചോദിക്കും, ഈ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ കൈവച്ചുകൊണ്ടിരുന്നേ, ആ രോഗത്തോടെ പറഞ്ഞു, നിനക്ക് എൻ്റെ മേൽ ഇരിക്കാൻ പറ്റത്തില്ല, ഇറങ്ങിപ്പോ യേശുവിന്റെ നാമത്തിൽ. ഓ താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇപ്പൊ നിങ്ങൾ മ്യൂട്ട് മാറ്റി പറയണ്ട. ഈ സമയം ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം ഈ സമയത്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ വേദന വിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഇതിന് ശേഷം ഞാൻ ചോദിക്കും. ഇത് ഞാൻ ഈ പ്രവചന ആലോചന ഒന്ന് കൈമാറിക്കോട്ടെ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കർത്താവേ, ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഒരു ചെക്ക് ലീഫിൻ്റെ 3 ചെക്ക് ലീഫ് ഞാൻ എടുത്ത് കാണുകയാണ്. ഈ ചെക്ക് ലീഫുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ 3 ചെക്ക് ലീഫിൻ്റെ അകത്ത് ഒരു ചെക്ക് ലീഫ്, ആ ഒരു ചെക്ക് ലീഫിൽ 5 എന്ന് പറയുന്ന സംഖ്യയിൽ തുടങ്ങുന്ന, 5 തുടങ്ങുന്ന ഒരു സംഖ്യയിൽ തുടങ്ങുന്ന ഒരു എമൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് വല്ലാതെ ഭാരപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുക. 5 തുടങ്ങുന്ന ഒരു സംഖ്യ ഈ ചക്കയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കർത്താവോട് പറയുന്നു, ആ സ്ട്രഗിളുകൾ, ആ ഞെരുക്കം, വല്ലാത്ത സ്ട്രഗിൾ ചെയ്യുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. ഈ ചെക്കുമായി ബന്ധപ്പെട്ട് വല്ലാത്തൊരു ഭാരം ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നുണ്ട്, ദൈവസന്നിധിയിൽ പറയുന്നുണ്ട്, കരയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു മാറ്റം ഉണ്ടാകുന്നില്ല. പക്ഷെ ഇന്ന് കർത്താവോട് പറയുന്നു, ഇന്ന് ആമേൻ പറഞ്ഞത് ആരാന്ന് വെച്ചാൽ സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ഏറ്റെടുത്തോണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയൊരു അത്ഭുത സാക്ഷ്യം തുറക്കാൻ വേണ്ടി പോണ, കടൽ കീറിയതുപോലെ ദൈവം നിങ്ങളുടെ മുമ്പിൽ ഈ വചനമൊന്ന് പറഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എൻ്റെ പുറകെ വരും. ഏറ്റെടുത്തു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് റിലീസ് ചെയ്യുന്നപ്പാ. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അതിൻ്റെ മേൽ അത്ഭുതകരമായ ദൈവപ്രവൃത്തിയെ ഇന്ന് കർത്താവ് ചെയ്യുന്നല്ലോ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ ഞാനിന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഇന്ന് അത്ഭുതത്തെ അവിടുന്ന് റിലീസ് ചെയ്യുന്നപ്പോൾ ഞെരുക്കത്തിൻ്റെ സാമ്പത്തിക കുരുക്കുകളെ ഞങ്ങൾ പൊട്ടിച്ചു വിടുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ ഞാൻ അതോടൊപ്പം തന്നെ കർത്താവിനൊരു കാഴ്ച കാണിക്കുന്നു. ഈ 18.5 സെൻറ്റ് സ്ഥലം, 18.5 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്ത് ഞാൻ കാണുന്നൊരു കാഴ്ച, ഇതിനകത്തൊരു വീട് ഞാൻ കാണുന്നുണ്ടെങ്കിൽ പോലും ആ വീടിൻ്റെ അവസ്ഥ വളരെ ക്ഷയിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. ക്ഷയിച്ചിരിക്കുന്ന ഒരവസ്ഥയിലൊരു വീടാണ് കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കാണുന്നൊരു കാഴ്ച, ആ സ്ഥലം തന്നെ വിറ്റ് കളഞ്ഞിട്ട് പോകുന്ന രീതിയിലേക്കുള്ള വലിയൊരു കുരുക്കിൻ്റെ അകത്താണ് ആ ഭവനമായിരിക്കുന്നത്. പലപ്പോഴും തീരുമാനമെടുത്തത് മാറ്റിയതാണ്. പക്ഷേ ഒരു തീരുമാനത്തിലെത്തി ഇത് മാറ്റിയേക്കാം എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്ക് എത്തിക്കാൻ നോക്കുന്ന പിശാചിൻ്റെ തന്ത്രത്തെ ഞാനൊന്ന് ബ്രേക്ക് ചെയ്യുന്നു. എന്നോട് കർത്താവ് പറയുന്നു, ആ മണ്ണിൽ തന്നെ ദൈവം നിങ്ങളെ ഉറപ്പിച്ച് അവിടെ തന്നെ ഒരു സാക്ഷ്യമാക്കി മാറ്റും എന്ന് കർത്താവോട് പറയുന്നു. ആ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു ബ്രദറെ, ഇന്നിപ്പോ ഇതിനകത്ത് ഒരു പുതിയ സഹോദരികളുണ്ട്, ശോഭിത എന്ന പേര്. ആദ്യമായിട്ട് ഇതിൽ കയറുക. അവർ ഈ 18 സെന്റ് വസ്തുവിനകത്ത് അത് മൊത്തം കുരുക്കായിട്ട് കിടക്കുക. കാരണം എന്തോ വേണമെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയില. ലോണൊക്കെ ഇവിടുന്ന് അതായത് ജപ്തിയായി കിടക്കുന്ന ഒരു അവസ്ഥയിൽ കിടക്കുക. ആ കുട്ടി ഇന്ന് ഇതിനകത്തുണ്ട്. ആ സഹോദരി എന്നോട് ഈ പ്രാർത്ഥന വിഷയം എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ഞാൻ ലിങ്ക് അയച്ചു കൊടുന്ന് ഫസ്റ്റിലേ കയറുക. ആളിതിനകത്തുണ്ട്. സിസ്റ്റർ അത് കേൾക്കുന്നുണ്ട്. സിസ്റ്റർ ഏറ്റെടുത്തോണം. കർത്താവിന് പറയുകയാണ്, ആ 18.5 സെന്റ് സ്ഥലത്തിന്റെ മേലുള്ള വിഷയത്തിന്റെ മേൽ കർത്താവ് ഒരു അത്ഭുതം ചെയ്യും. ആ കുരുക്ക് ദൈവം അഴിക്കും. അത് കേട്ട വെറും ഒരു കുരുക്കല്ലത്. ആ വിഷയത്തെ നിങ്ങളെ മൊത്തത്തിൽ കുരുക്കാൻ നോക്കിയൊരു വിഷയമാണ്. എനിക്കറിയത്തില്ല, വസ്തുവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പം എന്നിട്ട് കർത്താവ് പറയുന്നത്, രാജീവ് എന്ന് പറയുന്ന ഒരു വ്യക്തി വന്ന് ആ മണ്ണിന്മേൽ നിൽക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. ആ പേരൊന്ന് കുറിച്ച് വെച്ചോണം. ആ പുള്ളിക്കാർ സൗദി ചോദിക്കണം, അത് ഈ രാജീവ് എന്ന് പറഞ്ഞ വ്യക്തി ആരെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഇന്ന് നോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ആ പേര് എഴുതി വെക്കുക. അങ്ങനെ ഒരു വ്യക്തി മുഖാന്തരം ആ സ്ഥലവുമായി ബന്ധപ്പെട്ട് ദൈവം വലിയൊരു സാക്ഷ്യത്തെ കർത്താവ് അയക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നു. കർത്താവിൻ്റെ അത്ഭുതം എന്നവിടെ ഉണ്ടാകുന്നല്ലോ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവരെ ഞാൻ കൂടെ പറയുന്നു, നിങ്ങൾ നിർത്തരുത്. ഇവിടെ സാക്ഷ്യം കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യും.
എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച് വലിയൊരു ദൈവിക സമാധാനം കർത്താവ് ഇന്ന് ചെയ്യും. വലിയൊരു സമാധാനം കർത്താവ് നിങ്ങളുടെ മേൽ ചെയ്യും. അതോടൊപ്പം തന്നെ കർത്താവോട് പറയുന്ന ചില കുടുംബങ്ങളെ കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. ഇന്ന് നാളുകളായി നിങ്ങൾ ചുമന്നുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ കർത്താവ് ഇന്ന് മാറ്റുക. ഞാനൊരു വ്യക്തിയുടെ പേഴ്സ് കർത്താവ് എന്നെ കാണിച്ചു. 2 ആധാർ കാർഡ് വെച്ചിരിക്കുന്ന ഒരു ബാഗ്. 2 വ്യക്തികളുടെ, ആ കുടുംബത്തിലുള്ള 2 വ്യക്തികളുടെ ആധാർ കാർഡ്, 2 ആധാർ കാർഡ് ബാഗിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു കള്ളിക്കകത്ത് ഞാൻ കാണുന്നത് ഈ ഒരു മാല പോലത്തെ എന്തോ ഒരു സംഭവം കൂടെ ചെറിയൊരു കള്ളിക്കകത്ത് ഇട്ടിട്ടുണ്ട്. ഈ 2 ആധാർ കാർഡ് വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബാഗാണ് കർത്താവ് എന്നെ കാണിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിനോട് പറയുന്ന ആ വ്യക്തിയോട് പറഞ്ഞേക്കുന്നു, ഈ ദിവസങ്ങളിൽ തന്നെ ആ കയ്യിലുള്ള അല്ലെങ്കിൽ ഇത് കൊണ്ട് നടക്കുന്ന ആളല്ലാതെ മറ്റു വ്യക്തിയുടെ കയ്യിൽ, അതായത് ആ വീടിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു വ്യക്തിയുടെയാണ് ആധാർ കാർഡ്, ആ വ്യക്തിയെ കർത്താവ് തൊടുന്നതായിട്ടുണ്ട് വ്യക്തമായി കർത്താവ് പറയുന്നത്. ഏകദേശം 56 വയസ്സ് അടുത്ത് പ്രായമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ കാണുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവപ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ തമ്പുരാൻ തുറക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ വിഷയത്തെ, തടസ്സമായ വിഷയത്തെ നിങ്ങൾ ഓടി അലഞ്ഞത് മതി. ദൈവം ഇന്ന് ആ വിഷയത്തെ ഏറ്റെടുക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് റിലീസ് ചെയ്യുന്നപ്പോൾ ആ പ്രതിസന്ധി വിട്ടുമാറട്ടെ, ആ പ്രതികൂലം അവിടെ നിന്ന് വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സമാധാനത്തിൻ്റെ അന്തരീക്ഷം അവിടെ തുറന്നു വരുവാൻ കൽപ്പിക്കുന്നപ്പോൾ ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ കാണിക്കുന്ന ഒരു വീടിൻ്റെ പറമ്പിൽ വലിയൊരു ലോറി കയറ്റിയിട്ടേക്കുന്ന ഒരു വീട് കർത്താവ് എന്നെ കാണിക്കുകയാണ്. ലോറി, ഈ മറ്റേ പഴയ ടൈപ്പ് ബെൻസ് ലോറി എന്ന് പറയുന്ന ഒരു ലോറി ഇട്ടിരുന്ന ഒരു പറമ്പാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇപ്പം ഞാൻ ആ വണ്ടി അവിടെ കാണുന്നില്ല. ആ ഒരു വാഹനം ഇട്ടേക്കുന്ന ഒരു വീടാണ് ഞാൻ കാണുന്നത്. അത് ആ ഒരു സ്ഥലമാണ് ഞാൻ കാണുന്നത്. പക്ഷേ കർത്താവ് അത് ഒത്തിരി നഷ്ടങ്ങളുണ്ടായി, പ്രത്യേകിച്ച് വാഹന സംബന്ധമായിട്ട് ഒത്തിരി നഷ്ടങ്ങളുണ്ടായ ഒരു ഭവനമാണ്. ഒത്തിരി നന്മ വന്നെങ്കിൽ അത് മൊത്തം നഷ്ടപ്പെട്ടു പോയ ആ ഭവനത്തെ കർത്താവോട് പറയുന്നു, ഇപ്പോൾ നിങ്ങളത് വല്ലാത്തൊരു ക്ഷയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ക്ഷയിച്ചിരിക്കുന്ന ഒരവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കർത്താവ് ഇന്ന് അവിടെ തൊടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ലൈവിലായിക്കോട്ടെ, എന്നെ കേൾക്കുന്ന വ്യക്തിയോട് ഞാൻ പറയുന്നു, ദൈവം എന്നോടൊരു വാക്ക് പറഞ്ഞു, ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുഖാന്തരം കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്രേക്ക് ത്രൂ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് സൂമിലായിക്കോട്ടെ, ലൈവിലായിക്കോട്ടെ, ഈ പ്രവചന ആലോചന കേൾക്കുമ്പോൾ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോണം. നഷ്ടങ്ങളെ ദൈവം ലാഭമാക്കാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എങ്ങനെയാണ് ബ്രദറെ ഇനി അതെല്ലാം തിരികെ ലഭിക്കുന്നത്, ഇതിനി എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? കടൽ കീറിയതുപോലെ ദൈവം അത് തുറക്കാൻ വേണ്ടി പോവാണ്. ഈ മ്യൂട്ട് മാറ്റിയത് പറയാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ നിങ്ങൾ മ്യൂട്ട് ചെയ്തോണം. മൈക്ക് ഈ സമയത്ത് മ്യൂട്ട് മാറ്റരുത്, ആവശ്യമില്ലാതെ നിങ്ങൾ മ്യൂട്ട് മാറ്റുക. എല്ലാവരും മ്യൂട്ട് ചെയ്തേ. പറയാനുള്ളവർ മാത്രമേ പറഞ്ഞു. ബ്രദർ ഇപ്പം പറഞ്ഞ അത് എൻ്റെ ഭവനത്തിലെ ബെൻസ് ഒരു ലോറി ബെൻസിന്റെ ഉണ്ടായിരുന്നു, അത് കൊടുത്തു. ഇപ്പോൾ ഒരു ചെറിയൊരു ലോറിയാ, ഞങ്ങൾക്ക് ഒരു ബിസിനസ്സാ, അതെല്ലാം നഷ്ടത്തിലാവും. ഓടിയത് ഒത്തിരി ഫൈനാൻഷ്യൽ ഒത്തിരി നഷ്ടം വന്നു. ഒത്തിരി പൈസ ഞങ്ങളുടെ ഇപ്പം ഒരാൾ ചതിച്ചിങ്ങനെ പോയിരിക്കുക. അതിനിങ്ങനെ എങ്ങനെ കേസ് നടന്നുകൊണ്ടിരിക്കുക. വലിയൊരു വിഷമത്തിലായി ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. എന്നോട് ഇത് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു സിസ്റ്ററെ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഈ ലോറിയുടെ കാര്യം വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു? ലോറി, ഇങ്ങനത്തെ ലോറി ഉണ്ടെന്നൊക്കെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല പറഞ്ഞിട്ടില്ല. കർത്താവ് ഇത്രത്തോളം നിങ്ങൾ പറഞ്ഞു. അത് നഷ്ടമായി. ഞങ്ങൾ അതങ്ങ് കൊടുത്തു. പിന്നെ ഒരു കുഞ്ഞൊരു ലോറി ഇപ്പൊ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആ പേരുകാരനെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. കർത്താവ് ആ വ്യക്തി മുഖാന്തരം ഒരു വഴിത്തിരിവിനെ കർത്താവ് ചെയ്യാൻ വേണ്ടി പോവാ കേട്ടോ. എത്ര പേര് ആലോചന കേട്ടായിരുന്നു? നിങ്ങളുടെ വീടിന്റെ മുറ്റത്തിരിക്കുന്ന പറഞ്ഞിട്ട് ഇഷ്ടം ആ വണ്ടി വിറ്റല്ലേ? ഞാനത് പ്രാർത്ഥിച്ചപ്പോഴെല്ലാം ഒരു വണ്ടി കാണുകയും ചെയ്ത് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ വണ്ടി കാണിക്കുന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ആ വണ്ടി ഞാൻ കാണുന്നില്ല എന്ന് ഞാൻ പറയാം. എത്ര പേരത് കേട്ടു? അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ അറിയുന്ന പല വിഷയങ്ങളല്ല ഇതിന്റെ അകത്ത് തടസ്സങ്ങളുടെ മനസ്സിലായോ? ആ സഹോദരി കാര്യമൊന്നും പറഞ്ഞിട്ട് പോലും. അപ്പം ഞാൻ പറഞ്ഞില്ല, ബെൻസിലിൻ്റെ ഉള്ളിൽ ആ ബെൻസ് ലോറി എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. കർത്താവ് ആ ബെൻസ് ലോറി, വേറെ എത്രയോ ലോറി, ടിപ്പറുണ്ട്, എത്രയോ ലോറിയുണ്ട്. അത് തന്നെ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ A to Z കാര്യങ്ങൾ കർത്താവിന് അറിയാം. നിങ്ങൾ എവിടെയാണ് തടസ്സപ്പെട്ട് കിടക്കുന്ന ദൈവത്തിന് അറിയാം. ഈ കൂട്ടായ്മയിൽ കയറുമ്പോൾ കർത്താവ് അതെല്ലാം തുറക്കുകയാണ്. ആ ബന്ധനങ്ങൾ ഏറ്റെടുത്തോണം. ഇന്ന് മുതൽ ആ തടസ്സം പൊട്ടിയിരിക്കുന്നു, അതിൻ്റെ റിസൾട്ടുകൾ കാണാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ നഷ്ടപ്പെട്ടതെല്ലാം എങ്ങനെ കിട്ടും? ഇങ്ങനെ പറഞ്ഞു, കടല് കീറി മുറിച്ച്
ഉണങ്ങിയ നിലത്തിലൂടെ. ഞാൻ ആ വാക്യം ഒന്നുകൂടെ കാണിക്കുക. ആ ദൂത് പ്രവചനം കേട്ടവരും ഇന്ന് ഈ വചനം കേട്ടവരും ശ്രദ്ധിച്ച് നോക്കിയാണ്. നിങ്ങൾ ഈ വചനം നോക്കി പെട്ടെന്ന് സ്ക്രീനിൽ നോക്കിയേ, ഇവിടെ നോക്കിയേ. കടലിൽ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ ഒരിക്കലും നടക്കത്തില്ല. വെള്ളം വറ്റിയാൽ അവിടെ ചേറുണ്ടാകും, നനവുണ്ടാകും. ഒരിക്കലും ഉണങ്ങിയ നിലം വരത്തില്ല. പക്ഷെ ദൈവം വിചാരിച്ചാൽ ഉണങ്ങിയ നിലത്തെ കടലിനെ കീറി മുറിച്ച് നിർമ്മിക്കാൻ പറ്റും. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പം കർത്താവിൻ്റെ വലിയ മഹത്വം ഇന്നവിടെ വെളിപ്പെടുന്നില്ലപ്പാ. യേശുവിൻ്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ വലിയ പ്രവൃത്തികളെ കർത്താവ് ചെയ്യുന്നില്ലപ്പാ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് തൊടും. ഇന്ന് ഈ പ്രവചന ആലോചനയിലൂടെ ഏറ്റെടുത്തോണം. ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഇന്ന് ഈ പ്രവചന വരത്തിലൂടെ തടസ്സങ്ങളെ കർത്താവ് നീക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് കർത്താവ് സകല വിഷയങ്ങളെയും തൊടും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പ്രാർത്ഥിച്ച് ഇന്ന് നിങ്ങളുടെ വിഷയത്തെ കർത്താവ് തൊടുകയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഓ ജീസസ്, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഹർഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര് കർത്താവ് എന്നെ വെളിപ്പെടുത്തുകയാണ്. ഹർഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര്. ആ പെൺകുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് ആരെന്ന് വെച്ചാൽ വേഗത്തിൽ ഏറ്റെടുത്തണം. ഹർഷയുടെയും കുടുംബത്തിൻ്റെയും ഞാൻ കാണുന്നൊരു കാഴ്ച, കുടുംബത്തിൻ്റെ വിടുതൽ കർത്താവ് എന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. ആ കുടുംബത്തെ ദൈവം ഒരു വലിയൊരു സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ഹർഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് സൂമിലായിക്കോട്ടെ ലൈവിലായിക്കോട്ടെ എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ കർത്താവ് ഒരു വാക്ക് പറയുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനത്തിൽ ചിലരെ കർത്താവ് അയക്കാൻ വേണ്ടി പോവാ. നന്മയുടെ വാർത്തകൾ കേൾക്കാൻ വേണ്ടി പോവാണ്. ഇന്ന് ഹർഷയെ കർത്താവ് എന്ന് വെളിപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഹർഷയുടെ ഭവനത്തെയാണ് ദൈവം തൊടാൻ വേണ്ടി പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോൾ ഇന്ന് ആ ഭവനത്തെ ഞങ്ങളിന്ന് തൊടുന്നു. അവരുടെ സകല ഫിനാൻഷ്യൽ മേഖലകളെ ഇന്ന് തൊടുന്നു. പറഞ്ഞു. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഹർഷയുള്ള ഭവനത്തിൽ തന്നെ ഈ ഹർഷയുടെ അമ്മയ്ക്ക് ഒരു അനിയത്തിയുള്ള ഹർഷ ഏതാ ഉള്ളത്? ഹർഷയുടെ അമ്മയ്ക്ക് ഒരു അനിയത്തിയുള്ള ഹർഷ ഏതാ ഉള്ളത്? ഒരടയാളമായിട്ട് കർത്താവിനെ കാണും. സിസ്റ്റർ മോള് ഹർഷ. എന്നാൽ ഏറ്റെടുത്തോ സിസ്റ്റർ. ഇന്ന് ആ ഭവനത്തിൽ പോയിട്ട് പറയണം, ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരു 3 പേരെ അടുപ്പിച്ച് ഈ പ്രാർത്ഥിച്ചുകൊണ്ട് പറയണം. അവരോട് പറയണം 3 പേരെ അടുപ്പിച്ച് നിന്റെ ഭവനത്തിലേക്ക് വരും, ഈ ഹർഷയുള്ള ഭവനത്തിലേക്ക് വരും. എന്നോട് കർത്താവ് പറയുന്ന 3 വ്യക്തികളെ തമ്പുരാൻ അയക്കുമ്പോൾ അത് ചിലപ്പോൾ പരിചയമുള്ള 3 വ്യക്തികളാണ്. പക്ഷെ 3 വ്യക്തികളും ഒരേ ദിവസം ഒരേപോലെ നിന്റെ ഭവനത്തിലേക്ക് വരുന്നത് ഒരടയാളമാണ്. ദൈവം വലിയൊരു അവരനുഗ്രഹമല്ല, അവർ നിങ്ങളുടെ ജീവിതത്തിൽ സംസാരിക്കുന്ന ചില കാര്യങ്ങൾ വലിയൊരു വഴിത്തിരിവിലേക്ക്, സാമ്പത്തികമായിട്ടുള്ളൊരു വഴിത്തിരിവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന ചില വാക്കുകൾ അവർ സംസാരിക്കും. അവർ ഫ്രണ്ട്സാണ്, പക്ഷെ ഒരിക്കലും അവർ 3 പേരും ഒരേപോലെ വരാൻ ഒരു സാധ്യതയില്ല. പക്ഷെ അവർ 3 പേരും ഒരേപോലെ വന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഒരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുന്നു. ഏറ്റെടുത്തോണം. ഞാൻ കാണുന്ന ഒരു കാഴ്ച ഒരു പകല് 11 മണി സമയത്താണ് അവർ വരാൻ വേണ്ടി പോകുന്നത്. യേശുവിൻ്റെ നാമത്തിൽ അത് ബ്ലെസ് ചെയ്യുന്നപ്പോൾ കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾക്കായി നന്ദി പറയുന്നപ്പോൾ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മുദ്രയിടുന്നപ്പോൾ കർത്താവെ യേശുവെ ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഈ അന്തോണീസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുകയാണ്. ഞാൻ ഈ പ്രാർത്ഥിക്കുമ്പോൾ അന്തോണീസ് എന്ന് പറയുന്ന പേര് കാണുന്നുള്ള വ്യക്തിയെ കാണുന്നില്ല. കർത്താവ് അന്തോണീസിൻ്റെ ഭവനത്തിൽ കർത്താവ് എന്നോടൊരു വാക്കിങ്ങനെ പറയുന്നു. അന്തോണീസിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു മായ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ടുണ്ട് പറയുന്നു. അന്തോണീസിൻ്റെ ഭവനത്തിൽ മായ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ടാണ് ഇത് കേൾക്കുന്നതെങ്കിലും കർത്താവ് പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി ആ കുടുംബത്തിൻ്റെ മേൽ ഉണ്ടാകാൻ വേണ്ടി പോവാണ്. ഇവിടെ കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറയുന്നത്, ആ മണ്ണിനെ 2ആയിട്ട് മുറിച്ച് വിഭാഗിച്ച് മുഴുവനും തമ്മിൽ തല്ലിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്ന പിശാചിൻ്റെ സകല തന്ത്രങ്ങളെയും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. വലിയൊരു സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തെ കർത്താവ് ഇന്ന് അവിടെ തുറക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവിൻ്റെ അത്ഭുതത്തിന് നന്ദി പറയുന്നപ്പോൾ ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ കൈ അവിടെ വെച്ച് എന്നിട്ട് പറഞ്ഞ് ഈ സമയത്ത് രോഗം വിട്ട് മാരക രോഗം മുഴയോടൊക്കെ പറ എന്നെ വിട്ട് മാറിയേ പറ്റത്തുള്ളൂ. അവരോട് പോയി നമ്മൾ രോഗത്തോട് അപേക്ഷിക്കരുത് കേട്ടോ. യേശു ആ പ്രാണവേദനയിലായത് എൻ്റെ രോഗത്തിന് വേണ്ടിയാണ്. ഞാൻ നടുവേദനയും തലവേദനയും ക്യാൻസറും ട്യൂമറും രോഗവും പ്രഷറും ഷുഗറും ഇതും ചുമന്നുകൊണ്ട് അടക്കാൻ വേണ്ടി അല്ല യേശു പ്രാണവേദന. കർത്താവിന് ഈസി ആയിട്ട് മരിക്കായിരുന്നല്ലോ. എന്തിനാ മുറിവേറ്റത്? പിതാവേ എനിക്ക് മുറിവേക്കണ്ട, പകരം നേരെ പോയി ഞാൻ ക്രൂശി കിടന്നോളാം.
അല്ലെങ്കിൽ ഒരു സൈലന്റ് അറ്റാക്ക് തന്നാൽ മതി. അപ്പോൾ പിതാവ് പറയും, മോനെ യേശുവേ, എനിക്ക് സൈലന്റ് അറ്റാക്ക് വന്നാൽ ഒരു കുഴപ്പമെന്നറിയുമോ? ശരിയാ, പാപസംബന്ധമായിട്ട് നീ മരിക്കുമെങ്കിലും നിന്നിൽ വിശ്വസിക്കുന്ന രോഗികൾ സൗഖ്യമാകണമെങ്കിൽ ആ ശരീരത്തിൽ ഓരോ മാംസവും മുറിക്കപ്പെടണം. കർത്താവ് പറഞ്ഞു, ശരി പിതാവേ, എനിക്ക് സൈലന്റ് അറ്റാക്ക് വേണ്ട കർത്താവ്, മൃഗീയമായിട്ട് എന്നെ മുറിവേൽപ്പിച്ചോട്ടെ. എന്തിനാണെന്നറിയാവോ? ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രിയരെ, ഇന്ന് വിശ്വസിക്കുന്ന പ്രിയരെ, നിങ്ങളുടെ രോഗശക്തികൾ നിങ്ങളെ വിട്ട് മാറേണ്ടതിന് ഇപ്പം ഞാൻ കൽപ്പിക്കുക. രോഗത്തിൻ്റെ ദുരാത്മാക്കൾ നിങ്ങളുടെ ശരീരം വിട്ട് ഇറങ്ങിപ്പോകുക, രോഗശക്തികൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുക, രോഗബന്ധനങ്ങൾ നിങ്ങളെ വിട്ട് മാറിപ്പോകുക. ഈ സമയത്ത് കൈവച്ചേ, ഈ സമയത്ത് വേദന വിട്ട് മാറിയവരിപ്പോൾ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൽ നിന്നും രോഗശക്തികൾ ഇപ്പോൾ വിട്ടുമാറുകയാണ്, വേദനകൾ ഇപ്പോൾ നിങ്ങളെ വിട്ടുമാറുകയാണ്. ഈ സമയത്ത് നിങ്ങളിൽ നിന്ന് ശരീരത്തിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ കൽപ്പിക്കുന്നപ്പോൾ പൂർണ്ണ സൗഖ്യം ആ വേദനയോട് കൽപ്പിക്കുന്നു. ഇപ്പോൾ കൽപ്പിക്കുന്നപ്പോൾ സൗഖ്യമാകട്ടെ, സൗഖ്യത്തെ കൽപ്പിക്കുന്നു. സൗഖ്യമാകട്ടെ എന്നല്ല, സൗഖ്യം കൽപ്പിക്കുന്നു. കാര്യം യേശു മുറിവേറ്റത് കൊണ്ട് ഇനി സൗഖ്യത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയൊന്നുമില്ല. അത് സത്യമാണപ്പാ, അത് സത്യമാണപ്പാ, ഞങ്ങളത് വിശ്വസിക്കുന്നപ്പാ. ഞങ്ങളുടെ രോഗം മാറിയിരിക്കുന്നു, സൗഖ്യം വന്നിരിക്കുന്നപ്പാ. നന്ദി കർത്താവ്. ഈ സമയത്ത് വേദന മാറിയെന്ന് ഉറപ്പുള്ള, പൂർണ്ണ സൗഖ്യം ലഭിച്ചെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള സമയമാണ്. നിങ്ങൾക്ക് സൗഖ്യം നടന്നവർക്ക്, ദൈവപ്രവർത്തനം നടന്നവർക്കുള്ള സമയമാണ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, ചുരുക്കം വാക്കുകളിൽ പറയണേ. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു മിസ്റ്റർ. പറയാൻ വേണ്ടിയാണോ മ്യൂട്ട് മാറ്റിയത്? നിങ്ങൾക്ക് സൗഖ്യമായവരുണ്ടെങ്കിൽ വേഗത്തിൽ പറയാം. അതിന് മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലകൾ വിതച്ചവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ഈ സമയത്ത് അതിനുള്ളവർ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്, നിങ്ങൾക്ക് പറയാനുള്ള അവസരമാണ്. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഒരു മിനിറ്റ് സിസ്റ്റർ, ഒറ്റ മിനിറ്റ് ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. വിതയ്ക്കുന്നവൻ കൊയ്യും എന്ന വചനം എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചു, കിട്ടിയോ എന്ന് വെച്ചോട്ടെ. ഞാൻ എല്ലാവർക്കും ഒരേപോലെ റിപ്ലൈ തരികയാണ്. കർത്താവിൻ്റെ വേലയിൽ വിതയ്ക്കുന്നവൻ കൊയ്യും. വിതയ്ക്കുന്നവനെ കൊയ്യാൻ കഴിയത്തുള്ളൂ, വിതയ്ക്കാത്തവന് കൊയ്യാൻ കഴിയത്തില്ല. കർത്താവിൻ്റെ വേലയിൽ വിതച്ചോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആത്മാക്കളുടെ നന്മ കൊയ്യും, ആ കർത്താവിലുള്ള അനുഗ്രഹത്തെ കൊയ്യും. വർധനവുണ്ടാകും. നിങ്ങളുടെ ജോലിയിലായിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, എല്ലാ മേഖലയിലും വർധനവുണ്ടാകും. വായ്പ മേടിക്കത്തില്ല, നിങ്ങൾ കൈ നീട്ടത്തില്ല, തല കുനിക്കത്തില്ല, ഉയർച്ച തന്നെ നിങ്ങൾ പ്രാപിക്കത്തുള്ളൂ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. സാക്ഷിയുള്ളവർ ഇപ്പം തന്നെ പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹലോ ബ്രദർ. പറഞ്ഞു സിസ്റ്ററെ. എൻ്റെ അമ്മാമൻ്റെ മകള്, അവരുടെ മകൻ, ഞങ്ങളെ റിലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെന്നൈയിലാണ് താമസം. അപ്പൊ അവര് എപ്പോഴെങ്കിലൊക്കെ വിളിക്കുള്ളൂ. ഞാൻ അങ്ങോട്ട് നമ്മളെ ഈ പ്രാർത്ഥനയൊക്കെ പ്രയറൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കേൾക്ക് എന്ന് പറഞ്ഞു. നമ്മുടെ കേട്ട് കഴിഞ്ഞാൽ നിന്റെ ടെൻഷൻ ആവുള്ളൂ, ഇതെല്ലാം മാറും. മകൻ എഞ്ചിനീയറാണ്. പിന്നെ മോളെ എക്സാം ഒക്കെ എഴുതി പാസ്സായി, CA ക്കാണ്. അപ്പൊ അവര് പെൺകുട്ടി, എന്റെ മരുമകള് ഭാര്യ വന്നത് ആലപ്പുഴയിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇപ്പൊ എന്താ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുട്ടി വരുമ്പോ കല്യാണം കഴിഞ്ഞ് വരുമ്പോ 200 പവൻ സ്വർണം കൊണ്ടുവന്നു. അപ്പൊ അവര് ഈ ഷെയർ മാർക്കറ്റില് കുറെ പണങ്ങൾ, കോടികളാണ് കിട്ടുമെന്ന് അറിയില്ല, കടം വാങ്ങി ഷെയർ മാർക്കറ്റിൽ ഇട്ടു. അത് അങ്ങനെ പൊളിഞ്ഞു പോയി, മൊത്തം മാനസികമായി തകർന്നു, ഇതെല്ലാം ചെയ്തു. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കുമ്പോൾ ഓരോ വിവരം ചോദിക്കുമ്പോൾ ഈ കുട്ടി എനിക്ക് റിപ്ലൈ തരുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ നീ മറുപടി തരാത്ത ചോദിക്കുമ്പോഴും തിരിച്ചു തരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് കേൾക്ക്, നീ മക്കൾക്ക് വിശ്വാസമില്ലെങ്കിലും വേണ്ട, നീ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴും രാത്രി കിടന്നുറങ്ങുമ്പോഴും പ്രാർത്ഥന വെച്ച് കേൾക്ക്, ദൈവം അനുഗ്രഹിക്കും, ഞാനും പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു. പക്ഷെ കുട്ടി ഒന്നും മറുപടി പറയുന്നില്ല. കഴിഞ്ഞ ആഴ്ച എനിക്ക് റിപ്ലൈ തന്നു, ഇന്നുമാതിരി എന്റെ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഗിരിജയെ, ഭയങ്കര ദുഃഖത്തിലാണ്. എന്റെ മകൻ കുറെ പണമൊക്കെ ഇങ്ങനെ ഇടപാട് ചെയ്തു, വീട് വാങ്ങണം പറഞ്ഞ മോളുടെ മുതലൊക്കെ പോയി, മകന്റെ ജോലിയും എല്ലാം പ്രയാസത്തിലാണ് ഇരിക്കുന്നത്, കടം കൊണ്ട് ആകെ. എന്റെ മോൻ തൂങ്ങിപ്പം മരിക്കാൻ നിന്നു ഗിരിജയെ, എന്ത് ചെയ്യണമെന്നേ അറിയില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാട്ടോ, ദൈവം അവിടെ പ്രവർത്തിക്കും പറഞ്ഞു. അതിന് ശേഷം അവരിപ്പോ മരുമകളുടെ അവിടെ പോയിരിക്കുകയായിരുന്നു ആലപ്പുഴയിൽ. അപ്പൊ എന്തെങ്കിലും കുറച്ച് പണമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് അടുത്തുള്ളവരടുത്തൊന്നും ഇരിക്കാൻ പറ്റില്ല പറഞ്ഞു. ശരി, ഞാൻ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ പ്രാർത്ഥന പിന്നെയും അയച്ചു കൊടുത്തു. പിന്നെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ പ്രാർത്ഥനയിൽ ദൈവം പ്രാർത്ഥന കേട്ടു. അവര് വന്നു, നാട്ടിൽ നിന്ന് വന്നിരിക്കുന്നു, അത്ര കുറച്ച് പണം കൊണ്ടുവന്ന് അവിടെ കൊണ്ടു കൊടുത്തു. ഇപ്പൊ നല്ലൊരു സമാധാനമുണ്ട്, മക്കൾക്കും ജോലിയും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പറഞ്ഞു.
അപ്പൊ ഞാൻ പറഞ്ഞു വേറെ ഒന്നുമല്ല, നീ മന്ത്രവാദത്തിനൊന്നും പോവാൻ നിൽക്കണ്ട, അതൊക്കെ പിശാചിന്റെ പണിയാണ്, അതിലൊക്കെ അവിടെ വേഷമാണ്, അതൊന്നും ഒരിക്കലും ഉണ്ടാകില്ല. നമ്മൾ യേശുവിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, ദൈവം അവിടെ പ്രവർത്തിക്കും പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന കേട്ടു ബ്രദർ. ദൈവം വലിയൊരു അനുഗ്രഹം കൊടുത്തു. ഇപ്പൊ നല്ലൊരു സമാധാനം ഉണ്ട് പറഞ്ഞു. അവർ കുടുംബജീവിതത്തിൽ ആ ജോലിയും ചെയ്യുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ളവർക്ക് കുറച്ച് പണം കൊണ്ട് കൊടുത്തിട്ടുണ്ട് എന്നും പറഞ്ഞു. ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ദൈവത്തോട്. തീർച്ചയായിട്ടും പ്രിയ സിസ്റ്റർ പറഞ്ഞ തുടർമാനമായിട്ട് തകർന്ന ഭവനത്തിൽ പറഞ്ഞ പോലെ നഷ്ടങ്ങൾ അവർക്കുണ്ടായി. അവർക്ക് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും പക്ഷേ എന്ത് ചെയ്തു, കർത്താവിൻ്റെ കൃപയിൽ നിന്ന് പ്രിയ മകൾ നിരന്തരമായിട്ട് അവർക്ക് വചനം അയച്ചു കൊടുത്ത് അവരെ ബലപ്പെടുത്തി. ആത്മഹത്യയുടെ വക്കിൽ നിന്ന ഭവനം ഇപ്പോൾ അവർക്ക് സമാധാനമുണ്ട്, അവർക്ക് സന്തോഷമുണ്ട്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ മന്ത്രവാദത്തിനോ കൂടോത്രത്തിനോ പോയിട്ട് കാര്യമില്ല. യേശുവിൽ വിശ്വസിച്ചാൽ നീ രക്ഷ പ്രാപിക്കും എന്നുള്ള വചനത്തിലെ സന്തോഷം കാണാൻ ഇടയായി തീർന്നു. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ എന്ന് അവരോട് ആ വചനം പറഞ്ഞതിന് അവർക്ക് ആ വചനം അയച്ചു കൊടുത്ത് ദൈവം ഉപയോഗിച്ചല്ലോ. ഗോഡ് ബ്ലസ് യു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാനുള്ളവരുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ബ്രദറെ, പറഞ്ഞു. എന്റെ കൈകളിലൊരു അരിമ്പാറ ഉണ്ടായിരുന്നേ. അപ്പൊ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു, കുറച്ച് മുമ്പ് വരെ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് പാടുപോലില്ലാതെ മാറിയിരിക്കുക. ഒരു വലുതായിരുന്നു, മുട്ടനായിരുന്നു. എത്ര നാളുള്ള ബുദ്ധിമുട്ടായിരുന്നു? കുറച്ച് നാളായിട്ടായിരുന്നു. എന്നും ഞാൻ പ്രാർത്ഥിക്കും, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇപ്പം കയ്യിൽ അതിന്റെ ഒരു പാട് പോലില്ല. അവിടെ ഒരു അരിമ്പാറ ഉണ്ടായിരുന്നു പോലും അറിയത്തില്ല, അതുപോലെ മാറി. ആമേൻ. രജിസ്റ്റർ അല്ലേ പറയുന്നത്? അതെ അതെ. ഷിജിസ്റ്റർ പറഞ്ഞുള്ള തന്നെ ഇഷ്ടം കയ്യിലൊരു അരിമ്പാറ ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചപ്പോൾ അത് മാഞ്ഞു പോയി, പാടുപോലും ഇല്ലാത്ത രീതിയിൽ അല്ലേ? ആമേൻ. ഇന്ന് കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി, അത് വിടുവിച്ചതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? സാക്ഷ്യം പറയട്ടെ. പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. എൻ്റെ മോന് 20 വർഷം മുമ്പ് ഒരു ടൈലില് മഴവെള്ളം ഉണ്ടായിരുന്നു. അന്നേരം അതേ തെന്നി വീണു. ഇപ്പം ഒരു 20 വർഷമായിട്ട് മോന് ഇടയ്ക്കിടയ്ക്ക് നടുവിന് വേദന വരും. അസ്ഥിയുടെ ഡോക്ടറെ കാണിച്ചു. അന്നേരം തൽക്കാലം മരുന്ന് കൊടുക്കും. അന്നേരം തൽക്കാലത്തേന് കുറയും. പിന്നെയും ഇപ്പം മോന് 20 വർഷം കഴിഞ്ഞ് ഇപ്പോഴും ആ വേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. കൂടുതൽ നിന്ന് ജോലി ചെയ്യുമ്പോഴൊക്കെ ഈ വേദന വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ ബ്രദറിൻ്റെ മീറ്റിങ്ങിൽ കയറിയിട്ട് ഒരു 3-4 മാസമായി. അപ്പോൾ എനിക്കും പലവിധ സൗഖ്യങ്ങളൊക്കെ ദൈവം തന്നിട്ടുണ്ട്. എനിക്കൊരു മനസ്സിനൊരു സന്തോഷവും സമാധാനവും എൻ്റെ ശരീരത്തിന് ബലവും ഒരു ആത്മീയ ഉണർവും എല്ലാം എനിക്ക് തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ മോന് ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ നടുവിന് വേദന വന്നു. അന്നേരം ഹോസ്പിറ്റലിൽ പോകും. ഇപ്പം നട്ടലിന് ഇച്ചിരി അകൽച്ചയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ദേശ കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വേദനയെന്ന് പറയുന്നു. അതിനുള്ള മരുന്ന് കൊടുക്കുമ്പം തൽക്കാലം കുറയും. 20 വർഷമായിട്ട് ഈ വേദന മാറാതെ നിൽക്കുകയായിരുന്നു. അന്നേരം ഞാൻ ഈയിടെ മോനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എനിക്ക് ഈ നടുവിന് വേദന ഉണ്ടാകില്ലെന്ന് പറഞ്ഞു. കോട്ടയത്ത് മീറ്റിംഗ് വെക്കുമ്പോൾ നമുക്ക് 2 പേർക്കും കൂടെ പോകാം, ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിക്കാമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോർണിംഗ് അടങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ചെറിയ വേദന അന്നേരം ഉണ്ടായിരുന്നു. അപ്പം കമന്ന് കിടന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മേ വാവ് നേക്കാൻ പറഞ്ഞു. ഞാനൊരു പറഞ്ഞത് കൊണ്ടൊരു ശകലം ബാമെടുത്ത് തൂത്തിട്ട് ഞാൻ മോനോട് പറഞ്ഞു, ഞാൻ യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമാണ്, ഞാൻ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ കൈ മോൻ്റെ നടുവിനോട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമാകുന്നു, യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമാകുന്നു, യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമാകുന്നു, ഇനി ഒരിക്കലും ഈ രോഗം ഉണ്ടാകുകയില്ലെന്ന് മകനോട് പറഞ്ഞു. അത് കഴിഞ്ഞ് മകനപ്പോൾ 2 ദിവസം കഴിഞ്ഞ് പോയി കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കും, മോനെ നടുവിന് വേദനയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ചോദിച്ചപ്പോഴും പറഞ്ഞു എനിക്കൊരു കുഴപ്പവും ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഒരിക്കലും അത് ഉണ്ടാകുകയില്ലെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചു പാസ്റ്റർ. ആമേൻ. ഇത് വലിയൊരു സാക്ഷ്യമായിട്ട് നിങ്ങൾ കേട്ട 20 വർഷമായിട്ട് വീഴ്ച നിമിത്തം ഉണ്ടായ ഒരു വേദനയായിരുന്നു. കൈ പറഞ്ഞ പോലെ തന്നെ പിന്നെ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ അവിടെ ദശ വളരുന്നുണ്ടെന്ന് പറഞ്ഞല്ലേ ആൻറ്റി? അതെ, അങ്ങനെയാ പറഞ്ഞേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് നിമിത്തം മകൻ എപ്പോഴും വേദനയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നപ്പോഴേക്കും ഒന്ന് തിരുമാൻ പറഞ്ഞു. പക്ഷേ അമ്മ തിരുമിയ സമയത്ത് പറഞ്ഞു, യേശുവിൻ്റെ തിരുമുറിവിനാൽ സൗഖ്യമാകട്ടെ. ആലോചിച്ച് 20 വർഷമായിട്ട് വീഴ്ച നിമിത്തം വേദനയുണ്ട്. അസ്ഥിക്കകത്ത് ഇപ്പോൾ പറഞ്ഞു കേട്ടില്ല, ദശ വളരുന്നുണ്ട്. അപ്പോൾ വേദന ചില്ലറയല്ല, അത് സർജറി ചെയ്യണം, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ സർജറി ഒന്നും കൂടാതെ അമ്മ കൈ വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ, ഞാൻ പറഞ്ഞില്ല, കർത്താവ് പ്രാണവേദനയിലായത് നിങ്ങൾ പ്രാണവേദന അനുഭവിക്കാനല്ല, നിങ്ങൾ ദുഃഖത്തിൻ്റെ പാനപാത്രം കുടിക്കാൻ വേണ്ടിയല്ല, യേശുവിൻ്റെ മുറിവിൽ ആരോഗ്യം വരാൻ വേണ്ടിയാണ് പ്രിയ മാതാവ് പ്രാർത്ഥിച്ചു. ഇപ്പൊ ഒട്ടും വേദനയില്ല മോനല്ലാൻറ്റി? ഇന്നും വിളിച്ച് ചോദിച്ചു, വേദന ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം പറഞ്ഞു ഇനി ഒരിക്കലും അത് ഉണ്ടാകില്ലെന്നും പറഞ്ഞു. ആമേൻ. ഇത് വലിയ സാക്ഷ്യമാണ്. കർത്താവ് തൊട്ട് അത്ഭുതം ചെയ്തതിന് നന്ദി. നിങ്ങൾ കണ്ടോ, ഇതേപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചു വേണമെന്ന് വെച്ചേക്ക്. നിങ്ങൾ ബ്രദറിന്റെ പ്രാർത്ഥന നോക്കി നിൽക്കാതെ ചാടി അമ്മച്ചി എന്ത് ചെയ്ത് ബ്രദറിനെ കോട്ടയത്ത് വരും പ്രാർത്ഥിക്കുക. ഇനി കോട്ടയത്ത് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നാൽ മതി കേട്ടോ.
ഇനി മോനെയായിട്ട് വരണം. കോട്ടയം മീറ്റിങ്ങിൽ വന്ന് പറയണം, ഇതുപോലെ 20, 30 വർഷമായിട്ട് രോഗത്തിലിരിക്കുന്ന അനേകർ ഇത് കേൾക്കുമ്പോൾ അവർ കൈവച്ചങ്ങ് പ്രാർത്ഥിക്കണം, എൻ്റെ യേശു എന്നെ സൗഖ്യമാക്കുമെന്ന് അവരറിയേണ്ടതിന്. ഈ സാക്ഷി മറക്കല് ആൻറ്റി ഉറപ്പായിട്ടും പറയണം. കോട്ടയത്തോ എറണാകുളത്തോ എവിടെയാണെന്ന് എനിക്കറിയത്തില്ല സൗകര്യം, ഇത് വന്ന് പറയണം. ഇത് നമുക്കത് ലൈവിൽ കാണുന്നവർക്ക് അനേകരുണ്ട്, രോഗികൾക്ക് ഇത് കേൾക്കുമ്പം അവരും വിശ്വസിക്കണം, യേശു എന്നെ സൗഖ്യമാക്കും. അത് വലിയൊരു സാക്ഷ്യമാണ്. കർത്താവ് തൊട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി? പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു സിസ്റ്ററെ, കേൾക്കുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോന് അപ്പൻഡൈസിന്റെ പെയിൻ വന്നിട്ട് അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. നല്ല പെയിൻ ആയിരുന്നു. അന്നേരം 2 ഹോസ്പിറ്റലിൽ അവനെ മാറ്റിയിട്ട് പിന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അന്നേരം ഡോക്ടർ പറഞ്ഞു അവന് സർജറി ഉറപ്പായിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അവന് പെയിൻ കാരണം ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റാത്ത വല്ലാത്ത അവസ്ഥയിലാണ്. ഞാൻ വീൽ ചെയറിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഞാൻ ഇവിടെ പ്രെയർ അറ്റൻഡ് ചെയ്യുന്ന ശേഷം ഒത്തിരി ചേഞ്ച് എന്റെ ജീവിതത്തിൽ ദൈവം തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും ഈ വചനങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, ആ മോന് ഫോൺ കൊടുക്കാമോ പ്രെയർ ചെയ്യാനാന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരത്തി വീട്ടിലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ എന്നോട് തീർത്ത് പറഞ്ഞു, ഡോക്ടർ ഉറപ്പായിട്ട് പറഞ്ഞു അവന് സർജറി വേണം, കാരണം അതില്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവനൊന്നും കഴിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഇന്ന് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴത്തേക്ക് അവന്റെ ആ ഭാഗത്ത് കൈവച്ചിട്ട് യേശുവിന്റെ മുറിവിനാൽ അവന് ആ അസുഖം മാറിയിട്ട് അവന്റെ ദേഹത്തെ കത്തി വെക്കത്തില്ല, അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തിക്ക് അത്ര വിശ്വാസം ഇല്ലെങ്കിൽ അത് ഡോക്ടർ ഉറപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അത് പറഞ്ഞു വിട്ടു. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു, യേശുവിന്റെ മുറിവിനാൽ അവന് പൂർണ്ണ സൗഖ്യം വന്നിരിക്കുന്നു, അവന് സർജറി ഉണ്ടാകത്തില്ല എന്ന്. ഇന്നലെ ഡോക്ടർ വിളിച്ചപ്പോഴത്തേക്ക്, ഇന്നലെ ആ പുള്ളിക്കാരി വിളിച്ചിട്ട് പറഞ്ഞു ഡോക്ടർ സർജറി വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ആ മകന് വീട്ടിൽ പോയിട്ട് പൂർണ്ണ സൗഖ്യം ദൈവം കൊടുത്തു. അതിന് ഒത്തിരി സന്തോഷമുണ്ട് ദൈവത്തെ ഓർത്തിട്ട്. അതുപോലെ എന്റെ സിസ്റ്റർ എന്റെ വീട്ടിൽ വന്നപ്പോൾ വയറുവേദനയായിരുന്നു ഭയങ്കരമായിട്ട്. അവർക്ക് ഗ്യാസിന്റെ പ്രോബ്ലത്തില് വയറുവേദന വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയാലേ മാറത്തുള്ളൂ, അങ്ങ് എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് എന്റെ കൈ തന്നെ പൊക്കി വെക്കാൻ പറ്റത്തില്ല, ഞാൻ കൈ എടുത്ത് അവളുടെ വയറ്റിലേക്ക് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വേദന ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നീ പറഞ്ഞുകൊണ്ടേയിരിക്കുക യേശുവിന്റെ മുറിവിനാൽ എന്റെ വേദന മാറിയിരിക്കുന്നു എന്ന്. അവൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വേദന പൂർണ്ണമായിട്ട് ദൈവം മാറ്റിക്കൊടുത്ത്. ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു ബ്രദർ. ആമേൻ. തീർച്ചയായിട്ടും കർത്താവ് ചെയ്ത 2 അത്ഭുതങ്ങൾ പറഞ്ഞ തന്നെ ഓപ്പറേഷൻ വേണ്ട എന്ന് ദൈവമക്കൾ തീരുമാനിച്ചാൽ ഓപ്പറേഷൻ വേണ്ട. ആ മാതാവ് പറഞ്ഞില്ല, ഓപ്പറേഷൻ ചെയ്തേ പറ്റുന്ന. ഡോക്ടർ പറഞ്ഞില്ല, ഓപ്പറേഷൻ മാറിയെന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൃപയാൽ ആ സൗഖ്യത്തെ ഇന്ന് അവിടെ പ്രാപിക്കാനിടയാത്ത സിസ്റ്റർ എന്നെ കേൾക്കുന്ന സിസ്റ്റർ കേട്ടോണം. എന്നോട് സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് പറയാണ്, സിസ്റ്റർക്ക് ഇനി വീൽ ചെയറിൽ ഇരിക്കാൻ കഴിയത്തില്ല. കർത്താവ് എണീപ്പിച്ച് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ കർത്താവ് നടത്താനല്ല ഓടിക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാട്ടിൽ കർത്താവ് പറഞ്ഞ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനേകരെ എണീപ്പിക്കുന്ന മകളാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോവാന്ന് പറയുന്നു. യേശുവിൻ്റെ നാമത്തെ കർത്താവ് ഞങ്ങൾ ആ കാലുകളുടെ മേൽ ശരീരത്തിൻ്റെ മേൽ കൽപ്പിക്കുന്നു. വീൽ ചെയർ ദൈവമക്കൾക്കുള്ളതല്ല, വീൽ ചെയറിൽ ഇരിക്കുന്നത് ദൈവമക്കളുടെ പദ്ധതിയല്ല, ഇപ്പോൾ കൽപ്പിക്കുന്നപ്പോൾ ദൈവാത്മ പറഞ്ഞ സിസ്റ്റർ ഇന്ത്യയുടെ പല സ്റ്റേറ്റുകളിൽ പോയി, അനേക ഇടങ്ങളിൽ പോയി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനേക തകർന്നവരെ രക്ഷിക്കുവാൻ കർത്താവ് കണ്ട മകളാണ്. അതുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്നു മുതൽ ആ ശക്തി വ്യാപരിക്കും. ഓടി നടന്ന് കർത്താവിന് വേണ്ടി ചെയ്യും. ഇന്ന് ഈ ചെയ്യുന്നത് കർത്താവ് കണ്ടില്ലെന്നല്ല, കർത്താവ് അത് കണ്ടിരിക്കുന്നു. ദൈവം അതിൻ്റെ റിസൾട്ടുകളെ കാണിക്കും. അനേകരെ പ്രാർത്ഥിച്ച് എണീപ്പിക്കുന്ന മകളാക്കി കർത്താവ് ഇനിയും നിറയ്ക്കും. പ്രിയസ്റ്റ് പറഞ്ഞ തന്നെ 2 അത്ഭുത സൗഖ്യങ്ങൾ കണ്ണിലൂടെ കാണാൻ ഇടയായി തീർന്നു. ഇനിയും നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തികളോട് നിങ്ങൾ ആശ്വസിപ്പിക്കുന്നവരാകരുത്, അവരെ സൗഖ്യമാക്കുന്നവരാക്കണം നിങ്ങൾ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഇനിയും പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. സാക്ഷിയുള്ളവർ പറഞ്ഞോട്ടെ. ഹലോ ബ്രദറെ, ഞാൻ തോമസ് വാറിനെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു. ഹലോ ബ്രദറെ, എന്റെ മോൻ ഒരാഴ്ച കൊണ്ട് ചിക്കൻ ബോക്സ് ആയിരുന്നു. അങ്ങ് തലയുടെ നെറ്റിക്കെല്ലാം അങ്ങ് കുത്തലും വയറ്റ് ഗ്യാസിന്റെ പ്രോബ്ലവും ശരീരത്തെല്ലാം അങ്ങ് അസ്വസ്ഥതകളുമാണ്. ഒന്നും ഇങ്ങോട്ട് മാറുന്നില്ല. അങ്ങ് വേദനയാ മോനങ്ങ്. ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദറെ.
സിസ്റ്റർ നമ്മൾ ഇന്നലെ പ്രാർത്ഥിച്ച ആള് തന്നെയാണത്. അതെ 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 സാറേ, ഭയങ്കര അസ്വസ്ഥതയാണ് അപ്പൊ വയറിന്. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല, പകരം തന്നതിനായി നന്ദി പറയുന്നുള്ളൂ. ശ്രദ്ധിച്ചോണം. കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നു. കർത്താവ് മകന്റെ മേൽ സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, പകരം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകഴിഞ്ഞു. ഇനി മേലാൽ കർത്താവ് ആ മകന് ബുദ്ധിമുട്ട് വരത്തില്ല. ആ ചിക്കൻ ബോക്സിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും യേശു ക്രൂശിൽ വഹിച്ചത് കൊണ്ട് ഇനി വേണ്ടപ്പ, അങ്ങ് തൊട്ടതിന് നന്ദിയപ്പ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സിസ്റ്റർ ഇനി ഇങ്ങനെ പറഞ്ഞാൽ മതി, കർത്താവിന്റെ തിരുമുറിവിനാൽ സൗഖ്യം വന്നിരിക്കുന്നതിന് നന്ദി എന്ന് പറഞ്ഞാൽ മതി. പിന്നെ ആ രോഗത്തിന് നിൽക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ നാമത്തിൽ തന്നെ. സിസ്റ്ററെ പറയാനുള്ളവരെല്ലാം സാക്ഷ്യം പറഞ്ഞാട്ടെ. ഈ സമയത്ത് സാക്ഷിയുള്ളവർ പറഞ്ഞാട്ടെ. സ്തോത്രം. എനിക്കൊരു സാക്ഷ്യമുണ്ട്. പറഞ്ഞു ബ്രദറെ, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ച് നമ്മള് ലാസ്റ്റില് പറഞ്ഞിരുന്നു അവകാശത്തെ പിടിച്ചെടുക്കാനായിട്ട്. അന്നേരം എന്റെ കുഞ്ഞിന് 1.5 വയസ്സുള്ള ഒരു 1.5 മാസമായുള്ള ഒരു കുഞ്ഞാണ്. അത് 2 ദിവസം കൊണ്ട് വളരെ കരച്ചിലും വളരെ അസ്വസ്ഥതയായിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവുമായിരുന്നു. മലം പോകത്തില്ലായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു വല്ലാത്ത അവസ്ഥ. രാവിലെ അതിന്റെ തള്ള കാണുന്നു, ഒരു സ്വപ്നം കണ്ടത് ഒരു പിശാച് വന്ന് കുഞ്ഞിനെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരു ഇതിലായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്നലെ വൈകിട്ട് ഈ കുഞ്ഞിനെ കൊണ്ട് എൻ്റെ അടുത്ത് കിടത്തിക്കൊണ്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്ത്. ആ സമയത്ത് കുഞ്ഞിന്റെ വയറ്റത്ത് ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ച് അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചു. 10 മിനിറ്റിനുള്ളിൽ തന്നെ കുഞ്ഞിന് സൗഖ്യമായി. കുഞ്ഞിന് മോശം പോയി, കുഞ്ഞിന് നോർമലായി. ഇതെല്ലാം മഹത്വവും ഞാൻ ദൈവത്തിന് കൊടുക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും ബ്രേസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ആ സിറ്റുവേഷനിൽ നമ്മുടെ ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ്. പിശാശിൻ്റെ ഏത് തന്ത്രമായിക്കോട്ടെ, ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ പിശാശ് മുട്ടുമടക്കും എന്നുള്ള സാക്ഷ്യമാണ്. ആ കുഞ്ഞിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു. എന്തെല്ലാം കാഴ്ചകൾ കണ്ട് അതിനെ മൊത്തം ഇഗ്നോർ ചെയ്തതിന് ശേഷം ആ വചനം അങ്ങ് പറഞ്ഞ് റിലീസ് ചെയ്തു. കർത്താവ് അപ്പം തന്നെ കുഞ്ഞിൻ്റെ മേൽ വിടുതൽ കൊടുത്ത് സൗഖ്യം കൊടുത്തതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. പിന്നെയും പ്രാർത്ഥിക്കുക, പിന്നെയും അനേകരെ സൗഖ്യമാക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ? ഞാൻ എന്റെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പുള്ളിക്കാരത്തിയുടെ ഉപ്പുരിയുടെ മേലെ കുതിവള്ളി എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ഭയങ്കര വേദനയാണ് ഇരുന്നിട്ട് എഴുന്നേക്കുമ്പോ. അപ്പൊ അവര് പറഞ്ഞ് സാരില്ല, ആ കാലിൽ ഓപ്പറേഷൻ ചെയ്തതാണ്, അതുകൊണ്ടാണ് ആ ഞരമ്പോ എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണ് അങ്ങനെ വേദന വരുന്നത്. കുറച്ച് വേദനയൊക്കെ ഞാൻ സഹിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ സഹിക്കേണ്ട ആവശ്യമില്ല, യേശു സഹിച്ചു കഴിഞ്ഞു, യേശുവിന്റെ തിരുനാമത്തിൽ നീ സൗഖ്യമാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവര് സൗഖ്യമായി. അവര് വിളിച്ചു പറഞ്ഞു ഇപ്പൊ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവർക്ക് വേദനയില്ല, ഇരുന്നിട്ട് എഴുന്നേറ്റ് നടക്കുമ്പോൾ വേദന വരുന്നില്ല. എത്ര നാളുടെ ബുദ്ധിമുട്ടായിരുന്നു അവർക്ക്? ഒത്തിരി വർഷമായി ബ്രദർ. അത് അവരുടെ ഓപ്പറേഷൻ, ഒരു കാലിന് ഓപ്പറേഷൻ ചെയ്ത കാലാ. അപ്പോ അത് ഒത്തിരി വർഷം, ഒരു 20 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ആമേൻ. എനിക്ക് വലിയൊരു അത്ഭുതമാണ് ആ വാക്കിനകത്ത് സിസ്റ്റർ പറഞ്ഞത്. കാര്യം ആ സഹോദരി പറഞ്ഞ് സാരമില്ല ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞപ്പം സിസ്റ്റർ പറഞ്ഞു വേണ്ട, നീ സഹിക്കേണ്ട, യേശു സഹിച്ചതാണ്. കണ്ടോ, ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. അത് വലിയൊരു അത്ഭുതത്തിന്റെ വാക്ക് തന്നെയാണ്. ആ സഹോദരി 20 വർഷമായിട്ടുണ്ടായിരുന്ന വേദനയാണ്. ഞാൻ സഹിച്ചോളാം, സാരമില്ലെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, ഇങ്ങനെ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യിപ്പിക്കരുത്, ഇങ്ങനെ പറയണം. നീ സഹിക്കേണ്ട, യേശു സഹിച്ചതായതുകൊണ്ട് നീ സൗഖ്യമായാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 20 വർഷമായ സർജറി നിമിത്തം ഉണ്ടായ വേദനയാണ്. ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴൊക്കെ വേദനയാണ്. പക്ഷെ ഇപ്പൊ വേദനയില്ല, പൂർണ്ണ സൗഖ്യം അവിടെ സംഭവിച്ചു അല്ലേ സിസ്റ്ററെ? ഓ കർത്താവേ, അങ്ങ് തൊട്ടതിന് നന്ദി, സൗഖ്യമാക്കിയതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു. ഇനിയും അനേകർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ച് എണീപ്പ്. അവിടെ പറയണം നീ സഹിക്കേണ്ട, യേശു സഹിച്ചു, അതുകൊണ്ട് ഞാൻ സൗഖ്യമായാൽ മതി. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് തൊട്ടതിന് ഉപയോഗിച്ചതിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? എന്റെ പേര് ജിയ. ഞാൻ കുറച്ചുമുമ്പ് പാസ്റ്ററെ വിളിച്ചായിരുന്നു. എന്റെ അമ്മയാണ് ആദ്യമായിട്ട് ഈ യൂട്യൂബ് വഴി ഇത് കണ്ട് എന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്ത്. അപ്പം അമ്മയ്ക്ക് വർഷങ്ങളായിട്ട് ഒരു വലത്തെ കൈ ഉയർത്താൻ പറ്റത്തില്ല, ഇടത്തെ കൈ വെച്ച് സപ്പോർട്ട് ചെയ്താണ് ഉയർത്തുന്നത്. അപ്പം പാസ്റ്റർ പറഞ്ഞ പോലെ അമ്മ കയ്യിൽ വചനം വെച്ച് പ്രാർത്ഥിച്ചു. ഇപ്പൊ അമ്മയ്ക്ക് 2 കൈയും ഉയർത്താനും എല്ലാ കാര്യം ചെയ്യാനും പറ്റുന്നുണ്ട്. എത്ര വർഷമായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു സിസ്റ്ററെ? ഒരുപാട് വർഷങ്ങളായി. എത്ര വർഷം? എന്റെ ഒരു ഓർമ്മ ശരിയാണ്, 5-6 വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ അമ്മയ്ക്ക് ഇങ്ങനെ പ്രശ്നങ്ങളായിരുന്നു. കൈ പൊക്കത്തില്ലാത്ത ബുദ്ധിമുട്ട് ഇല്ല. കൈ കൊണ്ട് നമുക്ക് ഉയർത്തി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു കൈ പൊക്കുകയും ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പം പണ്ട് വിറക് എന്തോ എടുത്തപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായതാ. പിന്നെ അമ്മയ്ക്ക് സെർവിക്കൽ സ്പോണ്ടൈനസ് ഉണ്ട്. അങ്ങനെ എല്ലാം ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ന്യൂറോയുടെ മരുന്നൊക്കെ എടുക്കുന്നതാണ്.
പക്ഷെ വചനം വെച്ച് പ്രാർത്ഥിച്ച് നമുക്ക് കൈ പൊക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ആമേൻ. അമ്മയാണ് പറഞ്ഞത് ഇങ്ങനെ ഇത് പാസ്റ്റർ വലിയൊരു അമ്മ കോണ്ടാക്ട് എവിടെ, ചെയ്ത്. നാട്ടിലെവിടെ, അമ്മ എവിടെയാ? നാട്ടില് കോട്ടയത്താണ്, ഞങ്ങൾ സീമസ് കോളേജിന് അടുത്താ ആ താമസിക്കുന്നത്. അമ്മച്ചോട് ഞാനിപ്പോ കോട്ടയത്ത് സൗദിയില്ല. കോട്ടയത്ത് അമ്മച്ചോട് 24 തീയതി ഫെബ്രുവരി മീറ്റിംഗ് ഉണ്ട്. അമ്മച്ചോട് കോട്ടയത്ത് വന്ന് സാക്ഷ്യം പറയണം പറഞ്ഞു കേട്ടോ. ഇതേപോലെ 6-5 തീർച്ചയായിട്ടും. വർഷമായിട്ടുള്ള അമ്മച്ചോട് പറയണം, യേശു സൗഖ്യമാക്കിയത് കൊണ്ട് അനേക ഇതേപോലെ. ഞാൻ എന്തുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയാൻ എല്ലാവരും നിർബന്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെ രോഗികളായിട്ടിരിക്കുന്ന അനേകർ കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെയും ഇന്ന് സിസ്റ്ററും അല്ലെങ്കിൽ മാതാവായിക്കോട്ടെ, നിങ്ങൾ യൂട്യൂബിൽ കേട്ടാണ് ഈ പ്രാർത്ഥനയെ വന്നത്. അതെ അതെ, യൂട്യൂബിൽ യൂട്യൂബ് കണ്ടോ വഴിയാ വന്നേ. കണ്ടോ അപ്പം നിങ്ങൾ മറ്റൊരാളുടെ വചനം കേട്ടപ്പോഴോ സാക്ഷ്യം കേട്ടപ്പോഴോ ആണ് ഇത് കയറാൻ പറ്റിയെങ്കിൽ, നിങ്ങളുടെ സാക്ഷ്യം കേൾക്കും അനേകർ 6 വർഷമായിട്ട് കൈ അനക്കാൻ പറ്റും. നിങ്ങൾ എത്ര പേര് കേട്ടത്? 6 വർഷമായിട്ട് കൈ പൊക്കാൻ മേലാത്ത ആളാണ്, പക്ഷെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യം നടന്നു. ആ കൈ ഉയർത്താൻ പരിശു പറഞ്ഞ പോലെ ഇത്രയും വർഷമായിട്ട് കണ്ടിട്ടില്ല. ഒരു കൈ സപ്പോർട്ട് ചെയ്തിട്ടാണ് കൈ ഉയർത്തിക്കൊണ്ടിരുന്നത്. കർത്താവ് അത് സൗഖ്യമാക്കി. ഇത് അത്ഭുത സാക്ഷ്യമാണ്. ഇത് നേരിൽ വന്ന് പറയണം. ഇത് അനേകർക്ക് ഇത് വിശ്വാസം വർദ്ധിക്കാൻ ഇടയായിത്തീർന്നു. അനേകർക്ക് യേശുവിൻ്റെ സൗഖ്യത്തെ പ്രാപിക്കാൻ ഇടയായിത്തീരും. ഇത് അനേകർ കേൾക്കുമ്പം നമ്മൾ വെറുതെ എന്ന് പറയുന്നതല്ല എന്നും ഇത് സത്യമാണെന്നും ലോകം അറിയണം. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവ് ഇനി അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രാർത്ഥിച്ച പോലെ തന്നെ ആ എക്സാം അത്ഭുതകരമായി ജയിക്കും കേട്ടോ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. പാസ്റ്റർ, എനിക്കൊരു ഒരു ഒരു പ്രാർത്ഥനാ വിഷയമുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് എന്റെ കൂട്ടുകാരിയാണ്. അവളുടെ ഹസ്ബൻഡും അവരും തമ്മിൽ മാസങ്ങളായിട്ട് മിണ്ടുന്നില്ല. വളരെ അവർ അതൊരു മാസങ്ങളായി മിണ്ടുന്നില്ല. ഒരു അഡമന്റഡ് ആയ ക്യാരക്ടർ ഹസ്ബൻഡിന്റെ. അപ്പം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും സിസ്റ്റർ. എനിക്ക് ആ പ്രയർ റിക്വസ്റ്റ് നമുക്ക് പ്രയർ റിക്വസ്റ്റ് എല്ലാം പ്രാർത്ഥിക്കുന്നത് വാട്സാപ്പിലാണ്. എനിക്കൊന്ന് അയച്ചേക്കണത്. വാട്സാപ്പിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പർ അറിയാമല്ലോ, അതിലേക്ക് അയച്ചേക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. കർത്താവ് അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലസ് യു. ആമേൻ. മറ്റാർക്കെങ്കിലും സാക്ഷി ഉണ്ടെങ്കിൽ പറഞ്ഞു സിസ്റ്ററെ, പറഞ്ഞു. എന്റെ വയറിൽ ഒരു മുഴയുണ്ടായിരുന്നു. അന്നേരം ഈ പാസ്റ്ററിൽ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഞാനും കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞൊരു ദിവസം അത് തന്നെത്താൻ അതങ്ങ് പഴുത്ത് പൊട്ടി അതങ്ങ് അതിന്റെ പാടുപോലും ഇല്ലാത്ത രീതിയിൽ അതങ്ങ് മാറിപ്പോയി. എത്ര വർഷമായിട്ടുണ്ടായിരുന്ന മുഴയായിരുന്നത്? ഒരു 6 മാസമായിട്ടുള്ളതായിരുന്നു. 6 മാസം കൊണ്ടുണ്ടായിരുന്ന മുഴയായിരുന്നു. ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു. ഇല്ലായിരുന്നു. മുഴ മാറിപ്പോകുന്നുള്ള സമയത്താണ് അന്നേരം ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു. കൈവച്ച് പ്രാർത്ഥിച്ചത് കഴിഞ്ഞപ്പം അത് കാണാനേ ഇല്ല. അതല്ലെങ്കിൽ പഴുത്തങ്ങ് പാടുപോലും ഇല്ലാതെ മാറിപ്പോയി. ആമേൻ. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി. 6 മാസമായിട്ട് മാറാൻ നിന്നിരുന്നായിരുന്നു. ആ മുഴകൾ മാറിപ്പോകുമെന്ന് പറഞ്ഞ സമയത്ത് അത് പൂർണ്ണമായും എന്ത് ചെയ്തു? അത് മാറിപ്പോയിരിക്കുന്നു. കർത്താവ് അങ്ങ് തൊട്ടതിന് നന്ദി, അങ്ങ് സൗഖ്യമാക്കിയതിന് നന്ദി. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ. കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, എന്തോ പറഞ്ഞു ബ്രദറെ, ഇപ്പൊ മോന്റെ പേര് പറഞ്ഞില്ലേ? ആ, സാറ്റോ. ഏത് പേര്? ഞാൻ സാറ്റോ. പറഞ്ഞു സിസ്റ്ററെ. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ആ പേര് കാരണം എനിക്കിങ്ങനെ ഭയങ്കര മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഭയങ്കര സംശയമായിരുന്നു. സംശയം എന്ന് വെച്ചാൽ ഈ പേര് ആരും വിളിക്കൂല, പറയൂല, കർത്താവ് കാണുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഭയങ്കര ഇത്. അവന് തന്നെ ആ പേരിനോട് ഇഷ്ടമല്ല. എന്താന്ന് വെച്ചാല് ആ പേര് ഒരിടത്തില്ല, എല്ലായിടത്തും ചെല്ലുമ്പോ ഈ പേര് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുമെന്നും പറഞ്ഞാൽ അവന് ഭയങ്കര ഇതാ. പക്ഷെ പുള്ളി 12 വർഷമായിട്ട് ഞങ്ങൾ അവനെ ചൊല്ലി ഭാരപ്പെട്ടുകൊണ്ടിരിക്കുക. ആരോന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ടും മദ്യപാനും ഒക്കെ ഉണ്ട്. കുറച്ചു ദിവസം നല്ലതായിട്ടിരിക്കും, പിന്നെയും വീണ്ടും പുള്ളി അതൊക്കെ മാറണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പുള്ളിക്ക് മാറാൻ പറ്റണില്ല. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര പ്രയാസം. അപ്പൊ ഞാനിങ്ങനെ എപ്പോഴും യേശു എന്താണ് ഇത്, ഞാൻ ഇത്ര വചനം പറഞ്ഞിട്ട് മാറാത്ത അങ്ങനത്തെ ഒരു ഭാരത്തിലായിരുന്നേ. ഞാൻ പിന്നെ പറയാതിരുന്നു. എനിക്കെന്തോ പറയാനൊരു ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു. പക്ഷെ ബ്രദർ ഇപ്പൊ എനിക്ക് പറഞ്ഞപ്പോ കഴിഞ്ഞ ദിവസം എന്റെ മനസ്സിലുണ്ടേ, ബ്രദറെ ഞാൻ ഏത് വചനമാണ് പ്രാർത്ഥിക്കണ്ടേ ഇനി എന്ന് ചോദിക്കാൻ നിൽക്കണായിരുന്നു. പക്ഷെ കർത്താവ് എന്നെ കണ്ട് ഇങ്ങനെ സംസാരിച്ചപ്പോ അതെനിക്കൊരു വലിയ ഇതായി തോന്നി ബ്രദറെ. ഇത് വലിയൊരു സാക്ഷ്യമാട്ടോ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ. എനിക്ക് ആ പേര് ഞാൻ ചോദിക്കുകയും ചെയ്തു. എനിക്ക് ഈ സാന്റോ എസ് എന്നെ പറയുകയും ചെയ്തു. അങ്ങനത്തെ ഒരു പ്രൊണൗൺസിയേഷൻ എനിക്ക് വരുന്നത്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഈ പേരെങ്ങനെ വിളിക്കാനാണ് കാര്യം, ആർക്കും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു പേരാണ്. മകൻ തന്നെ പറഞ്ഞു എൻ്റെ പേര് ആർക്കും ഇല്ല, പക്ഷെ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ പേരറിയാം. നിങ്ങളുടെ പേര് ആരും പറയാത്ത പേരാണെങ്കിൽ, ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ആരും അത് പറയാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേരാണ്. പക്ഷേ കർത്താവ് ആ പേര് തന്നെ, ഞാൻ പറഞ്ഞു എനിക്കത് പറയാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഓർത്തത് എന്തൊരു പേര് ഇങ്ങനത്തെ പേര്. പക്ഷേ കർത്താവ് എൻ്റെ ഉള്ളിൽ പറഞ്ഞു ആ മകനെ സിസ്റ്റർ ഇനി ധൈര്യമായിട്ടിരിക്കും. അവൻ്റെ ചില കൂട്ടുകെട്ടുകളുണ്ട് അവനെ കലക്കുന്നത്. പക്ഷേ ഇന്ന് ആ പ്രാർത്ഥനയിൽ കേട്ടപ്പോൾ തന്നെ ദൈവം അവൻ്റെ ചെങ്ങലകളെ
പൊട്ടിച്ച് അവൻ ആള് മാറിയവനെ പോലെ കുടുംബത്തിൽ വലിയൊരു നെടുന്തൂണാക്കി ദൈവം അവനെ മാറ്റുമെന്ന് പറഞ്ഞു. ആമേൻ പറഞ്ഞത് ഏറ്റെടുത്തപ്പോൾ തന്നെ അതിൻ്റെ മേൽ പ്രവർത്തി ആ കർത്താവ് അവിടെ തന്നെ 12 വർഷമായിട്ടുള്ള ബന്ധനമാണ്, അത് കർത്താവ് അഴിച്ചിരിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ നടക്കാൻ വേണ്ടി പോവാണ്. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ, ഗോഡ് ബ്ലസ് സിസ്റ്റർ. പറഞ്ഞു. ബ്രദർ അല്ലേ, പിന്നെ 2 ആധാർ കാർഡ് ബാഗിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്ന്. അത് എന്റേതും എൻ്റെ അമ്മയുടേതും ആയിരുന്നു. ഞാന് ഇവിടുന്ന് എനിക്ക് ഒരു ബുദ്ധിമുട്ട് എപ്പോഴും, ഞാനൊരു അലച്ചൽ ആയിരുന്നു. എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല, പിന്നെ ഒരു വല്ലാതൊരു അവസ്ഥയിലായി. എങ്ങോട്ട് പോകണം എന്നറിയാതെ ഞാൻ ആ ബാഗിലെല്ലാം എടുത്ത് സൂക്ഷിച്ച് വെച്ച് തുണിയും ഒക്കെ പാക്ക് ചെയ്തിരിക്കുക ഇവിടുന്ന് ഇറങ്ങാനായിട്ട്. ഓ, സിസ്റ്ററുടെ ബാഗിലായിരുന്നു ഈ 2 ആധാർ കാർഡ് ഇരുന്നത്? അതെ, എന്റെ ബാഗിലാ. എത്ര പേര് ആലോചന കേട്ടായിരുന്നു ആധാർ കാർഡിന്റെ? അപ്പൊ സിസ്റ്റർ വലിയ ദുഃഖത്തിന്റെ അകത്ത് ഇരിക്കുമായിരുന്നു, വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് അടയാളം, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കർത്താവ് എത്രത്തോളം കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും കർത്താവിന് ഈ ആധാർ കാർഡ് തപ്പുന്നതാണോ പരിപാടി? ദൈവം നിങ്ങളുടെ വിഷമത്തെ നിങ്ങളാണെന്ന് അറിയിക്കാൻ വേണ്ടി, നിങ്ങളാണ് ആ വ്യക്തി, ദൈവം സംസാരിക്കുന്ന വ്യക്തി നിങ്ങളാണെന്ന് കർത്താവ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഒന്നെങ്കിൽ നമ്മുടെ ആധാർ കാർഡ് അവിടെ നടക്കത്തുള്ളൂ അല്ലേ? ഇവിടെ 2 ആധാർ കാർഡ് എടുത്തു പറഞ്ഞ് 2 ആധാർ കാർഡ് ഒരു ബാഗിൽ വെച്ച് നടക്കുന്ന ഒത്തിരി അലയുന്ന ഒരു സൗരിയെ കർത്താവ് തൊടുന്നു എന്ന് പറഞ്ഞു. സിസ്റ്ററെ, കർത്താവ് ഉറപ്പിക്കാൻ വേണ്ടി പോട്ടെ, ഇനി ദുഃഖിക്കേണ്ട. ബൈബിളിൽ പറഞ്ഞു ഇനി ഹന്ന കരഞ്ഞില്ലെന്നാണ് പറഞ്ഞത്, ഇനി കരയണ്ട. കർത്താവ് ആ വിഷയത്തെ ഉറപ്പിക്കാൻ വേണ്ടി പോവാണ്. ദൈവം ആ വിഷയത്തെ സാക്ഷ്യമാക്കാൻ വേണ്ടി പോവാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. വലിയ സാക്ഷ്യമാക്കി കർത്താവ് മാറ്റും കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ യേശുവിൻ്റെ നാമം. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയാൻ വേണ്ടി? ഞാൻ ഒരു കാര്യം കൂടെ ഒരു മിനിറ്റ് ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചോട്ടെ. നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾ കൊല്ലത്തായിക്കോട്ടെ, എറണാകുളത്തായിക്കോട്ടെ, കോട്ടയത്തായിക്കോട്ടെ, ഞാനൊരു കാര്യം പറയുവാണ്. നിങ്ങൾ കുറച്ച് പേര് പോയി, ഞാൻ നേരത്തെ പറയാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. നിങ്ങൾ സാക്ഷ്യം നേരിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ പറഞ്ഞു നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ പ്രയറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പ്രയറിലെ സൗകര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അവർക്ക് നേരത്തെ തന്നെ പറയണം. കാരണം നമ്മുടെ സാക്ഷ്യം ഒത്തിരി ആളുകൾ നേരിട്ട് സാക്ഷ്യം പറയാൻ വരുന്നുണ്ട്. അത് കേൾക്കണം, അത് നേരിട്ട് കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അനേകരത് കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ നേരത്തെ തന്നെ സാക്ഷ്യം പറയാൻ വരുന്നവർ നിങ്ങൾ ഈ സഹോദരങ്ങളുടെ നമ്പറിലേക്ക് ഇപ്പോൾ അവർക്ക് വാട്സാപ്പിൽ അയക്കുക. ബ്രദറെ ഞാൻ വരുന്നുണ്ട്, സാക്ഷ്യം പറയുന്നത് ശ്രദ്ധിക്കണം. വളരെ നീട്ടി നിങ്ങൾ പറയരുത്, ചുരുക്കി പറയണം. അടുത്തൊരാൾക്കൊരു അവസരം കൊടുക്കണം. അവിടെ ഇൻസ്റ്റൻറ്റ് സൗഖ്യങ്ങൾ നടക്കും, അത് വേറെയാണ്. അവിടെ നമ്മൾ ക്രിയേറ്റീവ് മിറക്കിൾസ് നടക്കും, പുതിയ അവയവങ്ങൾ ഉണ്ടായി വരും, രോഗികൾ കൂട്ടമായി സൗഖ്യങ്ങൾ വേറെ നടക്കും. അത് കൂടാതെ നിങ്ങളുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ അനേകർക്ക് ക്രിസ്തുവിൻ്റെ വിശ്വാസം വർദ്ധിക്കും ഇടയാത്തത്. അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ പേരുകൾ സാക്ഷ്യം പറയാൻ വേണ്ടി പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യണം? മെഡിക്കൽ റിപ്പോർട്ടുകളും ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു. കാര്യം ഇനി ഒരുത്തം പറയുവാണ് ഇതൊക്കെ ചുമ്മാ തട്ടിപ്പാണ്, ബ്രദർ ചുമ്മാ ഒരു തട്ടുവിടുവാണ്, അത് നമ്മൾ നോക്കുന്നേ ഇല്ല, നമ്മൾ അവരെ മൈൻഡ് ചെയ്യുന്നില്ല. എങ്കിലും ഒരു വിശ്വാസത്തിൽ വരുന്ന വ്യക്തിക്ക് ഒരു വിശ്വാസത്തിൽ ഉറപ്പ് കിട്ടാൻ വേണ്ടി, അവൻ്റെ വിശ്വാസത്തിൽ ഉറപ്പ് കിട്ടാൻ വേണ്ടി, പണ്ടൊരു നേഴ്സായ ഒരു സഹോദരി മെഡിക്കൽ റിപ്പോർട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ മനോജ് ബ്രദറൊക്കെ വന്നതുപോലെ നിങ്ങൾക്ക് സൗകര്യമാണെങ്കിൽ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ അതും കയ്യിലെടുത്തോണം. കാര്യം അതിനി ഒരു തടസ്സം വേണ്ട. ഒരു വ്യക്തിക്ക് യേശുവിൽ ഒരു സൗഖ്യം ലഭിക്കുവാൻ എൻ്റെ ഒരു വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ഒരു സാക്ഷ്യം നമ്മൾ കഴിഞ്ഞ ദിവസം സഹോദരി പറഞ്ഞാൽ ആൻറ്റി പറഞ്ഞ പോലെ ഒരു ചെലവും ഇല്ലല്ലോ, ഒരു പൈസ മുടക്കുമില്ല. മറ്റൊരാളുടെ ജീവിതത്തിൽ ഞാനൊരു അനുഗ്രഹമാകുമെങ്കിൽ, എൻ്റെ ഒരു സാക്ഷ്യം ഒരു അനുഗ്രഹമാകുമെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വക്താവാകാൻ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? സാക്ഷ്യങ്ങൾ ഒരു മടിയും വേണ്ട. യേശു തൊട്ട സാക്ഷ്യം, ഒരു മടിയും കാണിക്കരുത്, ഒരു നാണക്കേടും വിചാരിക്കേണ്ട. അയ്യോ ബ്രദറെ നാണക്കേടാണ് അവിടെ മുമ്പിൽ എന്ന് പറയാൻ. നമ്മൾ കർത്താവിനെ നോക്കിയാൽ മതി. നമുക്ക് ജീവിക്കണോ വേണ്ടയോ തീരുമാനിക്കണം. നമ്മുടെ ആഹാരമല്ല, വീടുകാരല്ല, കർത്താവാണ്. നാളെ ആയുസ് നമുക്ക് തരുന്നത് കർത്താവാണ്. പിന്നെ പലരും പറയാറുണ്ട് ഞാൻ ഈ 2024 എന്നുള്ള അഡ്രസ്സ് അല്ല കേട്ടോ, ടൈമല്ല, 18, 20, 24 നമ്മുടെ പ്രാർത്ഥന നടക്കുന്ന സമയമാണ്. അപ്പോൾ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ബ്രദറെ 2024 അല്ല 25 പറഞ്ഞായിരുന്നു. 25 നമ്മുടെ 18-ാം തീയതിയിലൊരു മീറ്റിംഗ്, 20-ാം തീയതിയിലെ മീറ്റിംഗ്, 24-ാം തീയതി ഫെബ്രുവരി 2024 ഞാനത് 25 ഞാനത് വെച്ചില്ലെന്നേ ഉള്ളൂ, ഞാനൊന്നുകൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഫെബ്രുവരിയിൽ 18, 20, 24 അപ്പോൾ അതാണ് ആ ഡേറ്റിന് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്കത് കാണിച്ചു തന്നതിന് നന്ദി. പക്ഷേ അതല്ലായിരുന്നു, അന്നത്തെ ദിവസത്തെ ഡേറ്റാണ് ഞാൻ ഇട്ടിരിക്കുന്നത്.
കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പം ഗോഡ് ബ്ലെസ് യു. കർത്താവ് നമ്മളെ പിന്നെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ അനുഭവിക്കുവാൻ ഇടയായിത്തീരും. ഇനിയും നമുക്ക് ദൈവപ്രവർത്തികളെ കാണാൻ ഇടയായിത്തീരുന്നു. മറ്റാരെങ്കിലും സാക്ഷ്യങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾക്ക് പറയാം. സൗഖ്യം ലഭിച്ചവർ, നിങ്ങളിൽ ഇപ്പോൾ ഒരു സൗഖ്യം ലഭിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇതേപോലെ നിങ്ങൾക്ക് വേദന മാറിയവരുണ്ടെങ്കിൽ പിന്നെയും സാക്ഷ്യം പറയാൻ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ബ്രദറെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞാൻ ജോലിക്ക് ഇവിടെ പോകാനേ, ദുബായി പോകാൻ എനിക്ക് വിസ എടുക്കട്ടെ എന്ന് ചോദിച്ച് 2 ദിവസമായി എന്നോട് ചോദിക്കണേ. ഞാൻ ഇങ്ങനെ മാനസികമായി ഒരു ഇതിലായിരുന്നു. ഞാൻ ഈ മോന്റെ വിഷയം കൊണ്ടാണ് ഇങ്ങനെ പോണോ വേണ്ട. ഞാൻ പോയിട്ടുള്ള വ്യക്തിയാ, പക്ഷെ അവന് ഞാനിങ്ങനെ, അപ്പൊ ഞാൻ ഈ 2 ദിവസമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. പോണോ വേണ്ടേ എന്ന് ചഞ്ചലത. ഒന്ന് പറയൂ ബ്രദറെ, ഞാൻ പോണോ വേണ്ടേ? സിസ്റ്ററോടാണ് മറ്റേ നമ്മൾ ആലോചന കഴിഞ്ഞ പ്രാവശ്യം ഇടപെട്ടത്. സിസ്റ്റർ ആയിരുന്നു ആ കൊച്ചിൻ്റെ കാര്യത്തിൽ. അതെ തന്നെ. ആ സിസ്റ്റർ, അത് കൺഫേം ആകട്ടോ, അത് ഭാരപ്പെടേണ്ട, അത് കൺഫേം ആണ്. ധൈര്യമായിട്ട് പൊക്കോ കേട്ടോ. മോൻ്റെ കാര്യത്തിൽ ഓർത്ത് വറീഡാകണ്ട. കർത്താവ് അവനെ തൊട്ടിരിക്കുന്നു. അവൻ്റെ കാര്യത്തെ കർത്താവിനെ ഏൽപ്പിക്കുക. അവനെ സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ധൈര്യമായിട്ടോ. അത് ദൈവം നേരത്തെ ഇടപെട്ടതാ കേട്ടോ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. ബ്രദറെ എനിക്ക് ഒരു സാക്ഷ്യം പറയാനുണ്ട്. പറഞ്ഞു സിസ്റ്ററെ. ഞാനൊരു 6 മാസത്തോളമായി പിന്നെ ഇതിൽ കയറിയിട്ട്. അന്ന് ഞാൻ ബെഡ് റെസ്റ്റിലായിരുന്നു. ഞാനൊന്ന് ബാത്റൂമിൽ നിന്ന് വീണ് എനിക്ക് പുറത്ത് വാരിയലിന്റെ അവിടെ പൊട്ടലുണ്ടായിരുന്നു. അന്നേരം എന്നെ ഫസ്റ്റിൽ തന്നെ കേറിയതിന്റെ അന്ന് എന്നെ തൊട്ടായിരുന്നു. ബീനെന്ന് പറഞ്ഞ് പേര് പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ കേട്ടില്ല. ഞാനാണ് യൂട്യൂബിലായിരുന്നു കയറിയത്. അന്നേരം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നിന്റെ പേര് വിളിച്ചായിരുന്നു, നീ നാളെ അത് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു, അത് കേൾക്കണമെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു അതൊന്ന് ലിങ്ക് ഇട്ടുതാന്ന് പറഞ്ഞു. അന്നേരം അവർ ഇട്ട് തന്നില്ലായിരുന്നു എനിക്ക്. ഞാൻ പക്ഷെ അത് ഇങ്ങനെ തപ്പിയെടുത്തത് കേട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞായിരുന്നു ബ്രദറിന്റെ അടുത്ത്. അന്നേരം ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു. അന്നേരം കംപ്ലീറ്റ് 3 മാസം റെസ്റ്റില് ഡോക്ടർ പറഞ്ഞത് എൻ്റെ അടുത്ത്. അന്നേരം എഴുന്നേക്കാനൊന്നും ഒക്കത്തില്ല എനിക്ക്. അങ്ങനെ കാണാം ബ്രദർ എൻ്റെ അടുത്ത് പിന്നെ ഒരു ആലോചന പറഞ്ഞായിരുന്നു. ഇതുപോലെ സിസ്റ്ററെ, ഇതുപോലെ സിസ്റ്റർ അന്നേരം ബാഗ് ഇട്ടിട്ടുണ്ട്. അന്നേരം പറഞ്ഞ് ബാഗ് സിസ്റ്റർ എടുത്ത് മാറ്റണം, മാറ്റിയിട്ട് എഴുന്നേക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിന്റെ റിസൾട്ടും പറയണമെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അന്നേരം ഞാൻ എന്നും ഇത് പറയണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും സാധിക്കുന്നില്ല. അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് പറയാന്ന് വിചാരിച്ചത്. അന്നേരത്തേക്കിന് അതില് ഇതെല്ലാം പൊട്ടലിന്റെ എല്ലാം കംപ്ലീറ്റ്, ഒരു സ്ക്രാച്ച് ഒന്നുമില്ല. പിന്നെ ബാഗും ഞാൻ ബ്രദർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ബാഗ് മാറ്റിയിട്ട് ജോലിയെല്ലാം ചെയ്ത് ഇപ്പൊ എനിക്ക് കംപ്ലീറ്റ് സൗഖ്യം തന്ന ദൈവത്തിന് നന്ദി. പിന്നെ ഞാനാണെങ്കിൽ ജോലി, അന്നേരം ഡോക്ടർ പറഞ്ഞത് ചെറുതായിട്ട് ബാഗ് ഇട്ടോണ്ട് വേണം ജോലി ചെയ്യാൻ എന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ ബ്രദർ പറഞ്ഞു പിന്നെ ഞാൻ ഇതുവരെ ബാഗ് എടുത്ത് മടക്കി അങ്ങ് വെച്ചേക്കുക. ഞാൻ ഇതുവരെ ബാഗ് ഇടാതെ തന്നെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ വെയിറ്റ് ഞാൻ അധികം ഓവർ വെയിറ്റ് എടുത്തിട്ടില്ല. പിന്നെ ദൂരെ യാത്ര ചെയ്യരുതെന്ന് പറഞ്ഞ് ഞാൻ യാത്രയും ചെയ്ത്. വേദനയില്ല. ഇപ്പം വേദനയില്ല. എനിക്ക് കംപ്ലീറ്റ് ഹീലിംഗ് ആയി. ഇത് വലിയൊരു സാക്ഷ്യമാണ്. സിസ്റ്റർ പറഞ്ഞ തന്നെ ഡോക്ടർ പറഞ്ഞാണ് ബാഗ് ഇടാതെ ആ ആക്സിഡന്റ് നിമിത്തം 3 മാസത്തേക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞാണ്. കിടപ്പ് രോഗിയായിട്ടിരിക്കുന്ന സമയത്താണ് യൂട്യൂബിൽ സഹോദരിയുടെ പേര് വിളിച്ച് കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തിയത്. അപ്പോൾ സിസ്റ്റർ ഇതുപോലെ പ്രാർത്ഥന സൂമി വന്നിട്ടില്ല. അപ്പോൾ കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു നിന്റെ പേരും നിന്റെ കാര്യങ്ങളും കർത്താവ് വെളിപ്പെടുത്തുന്നു. അങ്ങനെ അത് കേട്ടോണ്ടിരുന്ന സമയത്താണ് പിന്നീട് സൗഖ്യം ലഭിച്ചത് അല്ലേ, ശരീരത്തിന്റെ മേലേക്ക് വിടുതലുണ്ടായത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ചെലവും ഇല്ലാതെ കർത്താവ് എന്ത് ചെയ്തു? അത്ഭുത സൗഖ്യം. ഡോക്ടർ പറഞ്ഞതാണ് വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാണ്, ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാണ്. പക്ഷെ ഇപ്പൊ എല്ലാ ജോലിയും ചെയ്തു, യാത്ര ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാണ്. ഇപ്പൊ യാത്രയും ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയതിനും അങ്ങയുടെ അത്ഭുതം ചെയ്തതിനും നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം. ഈ സൗഖ്യമാക്കിയ സിസ്റ്റർ നേരിട്ട് വന്ന് സിസ്റ്റർ പറയാൻ പറ്റുന്ന സ്ഥലം വല്ലതാണ് ഈ പ്രാർത്ഥന നടക്കുന്നത്? കോട്ടയത്തോ കൊല്ലത്തോ? കൊല്ലത്ത് വരാൻ അപ്പൊ മുമ്പിൽ വന്നോണം. നമ്മുടെ നമ്പർ ഞാൻ കാണിച്ചില്ലായിരുന്നു, ആ സഹോദരന്മാരുടെ നമ്പറിലേക്ക് പറയുക, സാക്ഷ്യങ്ങൾ പറയാനുള്ളത് പറയുക. ഇതേപോലെ കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ വന്ന് സാക്ഷ്യപ്പെടുത്തുക. ഗോഡ് ബ്ലെസ് യു, യേശുവിന്റെ നാമത്തിൽ തന്നെ. അതുപോലെ ബ്രദറെ, പിന്നെ ഒരുപാട് എന്നെ ഇതിൽ ആലോചന പറഞ്ഞിട്ടുണ്ട്. എന്റെ വീടിനെ പറ്റി ആലോചന. അന്നേരം വീട് പണിയൊന്നും നടക്കാതെ കിടന്നു. അന്നേരം അതിന്റെ മുമ്പിൽ ഒരു മാവുണ്ട്. അങ്ങനെ എനിക്ക് ഒരുപാട് തടസ്സത്തിൽ കിടക്കുമായിരുന്നു. ഞാനെന്നാ ഇങ്ങനെ ഞാൻ സ്നാനപ്പെട്ടതാ, പിന്നെ ഞാൻ ഇങ്ങനെ ആരാധനയ്ക്ക് പോകുന്നതാ.
അതിലൊന്നും എനിക്ക് ഒരു വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാനൊന്നും പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ ഇപ്പൊ ഈ പ്രയറിൽ കയറിയ പിന്നെയാണ് ഞാൻ ഇത്രയും ഇത് ആയത്. അന്നേരത്തേക്കിന് ഞാൻ ഈ വീട് തൊട്ടിപ്പോ വീട് പണി നടക്കുമായിരുന്നു, എന്റെ മോടെ കല്യാണവുമായിരുന്നു. അന്നേരം കല്യാണത്തിന്റെ തലേന്ന് 14-ലായിരുന്നു കല്യാണം, നവംബർ. 13 ആയപ്പോ ഞാനൊന്ന് ബ്രദറിനെ വിളിച്ചൊന്ന് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കണമെന്ന് വിചാരിച്ച്. അന്നേരം ഇതിലങ്ങ് തിരക്കായോണ്ട് ഞാൻ സ്വയം തന്നെ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചതേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് കല്യാണം നടന്ന് പിന്നെ എന്റെ വീട് പണി നടന്നു. പക്ഷെ ഇപ്പം വീട് പണി ഒരു സാമ്പത്തികമായിട്ട് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടിലിരിക്കുകയാണ്. വീട് പണി അന്നേരം തേപ്പെല്ലാം കഴിഞ്ഞ് ഇനി ഇച്ചിരി ടൈലിടാനും അങ്ങനെയുള്ള ഒരു ഇതേ ഉള്ളൂ. അതിന് ഇങ്ങനെ ഇരിക്കുകയാണ്. തീർച്ചയായിട്ടും സിസ്റ്റർ, കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റാൻ ഇടയായിത്തീരും. എല്ലാ കാര്യങ്ങളും ഇന്ന് കർത്താവ് ചെയ്തതുപോലെ തന്നെ ഇത്രയും ചെയ്ത കർത്താവ് ഇനിയും ചെയ്യുവാൻ ശക്തനാണ്. അവൻ അത്ഭുത മന്ത്രി ആയതുകൊണ്ട് ഇനിയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്റർ. ഇനി സാക്ഷ്യങ്ങൾ മുന്നോട്ട് ഇനിയും പറയേണ്ട, പക്ഷേ നമ്മുടെ സമയ പരിമിതികൾ കൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് നമ്മുടെ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്യണം. നാളെ നമുക്ക് സാക്ഷ്യങ്ങൾ പിന്നെയും പറയാൻ അവസരങ്ങളുണ്ട്. നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. എന്നൊക്കെ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഇന്ന് തളർന്ന് കിടക്കുന്ന രോഗിയായിരുന്നു, പക്ഷേ കർത്താവ് അവിടെ നിന്ന് എണീപ്പിച്ചു, സൗഖ്യം കൊടുത്തു. ഇന്ന് ജീവനുള്ള കർത്താവിനെയാണ് നാം വിളിക്കുന്നത്. കല്ലിനെയോ മണ്ണിനെയോ അല്ല, ജീവനുള്ള ദൈവത്തെയാണ് നാം വിളിക്കുന്നത്. ആ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്താട്ടെ. അപ്പോൾ കർത്താവിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. എല്ലാവരും മൈക്കുകളെ മ്യൂട്ട് ചെയ്ത് നിങ്ങളായിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി വലിയ പ്രവൃത്തികളെ ചെയ്യുന്ന ദൈവമാണ്, വൻ കാര്യങ്ങളെ ചെയ്യുന്ന